പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുണ്ടായിരുന്നു മോഹനന്, ചങ്കൂറ്റവും. അധ്യാപകരോട് ബഹുമാനമൊക്കെയുണ്ട്. പക്ഷേ തറുതല പറയും. മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഉറക്കെയാണ്. പലർക്കും അത് നാണക്കേടാണ്. ടീച്ചേഴ്സ് റൂമിൽ വെച്ച് പരാതി പറഞ്ഞ പ്രമീള ടീച്ചറോട് ഭാസ്കരൻ സാർ പറഞ്ഞു, കള ടീച്ചറെ, പിള്ളേരല്ലേ. ടീച്ചർ പറഞ്ഞു, സാറിന് തക്ക തണ്ടും തടിയുമൊക്കെയുണ്ട്. മറയൂരുകാരനുമാണ്. അതുപോലാണോ ഞങ്ങള്? അവൻ നെഞ്ചും വിരിച്ചു നിന്ന് വായി തോന്നുന്നതൊക്കെ പറയുമ്പോൾ ഒരു വിറയല. ആ, ഞാൻ നോക്കിക്കോളാമെന്ന് സാർ വാക്കുകൊടുത്തു. പക്ഷെ അവൻ സാറിന് മുന്നിൽ വലിയ വിളച്ചിലൊന്നും എടുത്തു ചെന്നില്ല. ഒരു ദിവസം അവൻ ചെറുതായിട്ടൊന്ന് വാലുപൊക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാരണം കിട്ടിയ മട്ടിൽ ഭാസ്കരൻ അവൻ്റെ ഡെസ്കിന് മുന്നിൽ കയ്യൂന്നി നിന്നിട്ട് പറഞ്ഞു, നീ 4-ാം പീരീഡ് കഴിയുമ്പോൾ ടീച്ചേഴ്സ് റൂമിലേക്കൊന്ന് വരണം. അന്നേരം പ്രമീള ടീച്ചർ മാത്രമേ കാണൂ എന്നുകൊണ്ടാണ് ആ സമയം തിരഞ്ഞെടുത്തത്. മോഹനൻ വന്നു. സാർ അവനെ അടിമുടിയൊന്നു നോക്കി. എന്നിട്ട് മെല്ലെ തൻ്റെ ഉടുപ്പിൻ്റെ മുകളിലത്തെ ഒരു ബട്ടൺ ഊരി. ശേഷം ഇടത്തെ നെഞ്ചിലെ കറുത്ത ഒരു പാട് കാണിച്ചിട്ട് പറഞ്ഞു, തഴമ്പ റീകോയിലിംഗ്. തൊട്ടു മുന്നോട്ട് പായുമ്പോൾ തോക്ക് പിന്നോട്ടോടാൻ നോക്കും. നമ്മൾ നെഞ്ചിൻ്റെ ബലം വെച്ച് തടുക്കുകയാ. കാട്ടുപോത്തിനെ ആനയെപ്പോലെ നേർക്കുനേർ നിന്നാ ഞാൻ അടിച്ചിട്ടുള്ളത്. പഴയ കഥയാ. അന്ന് എൻ്റെ മുന്നിൽ വന്ന് നമസ്കരിച്ച അത് ചത്തുവീഴുന്നത് അറിയാമോ? അവനൊന്നും മിണ്ടിയില്ല. ഒരു സിഗരറ്റ് കൊളുത്തിയിട്ട് ഭാസ്കരൻ പറഞ്ഞു, ഞാൻ വിളഞ്ഞതിൻ്റെ അത്രയൊന്നും നീ വിളയാൻ പോകുന്നില്ല, മനസ്സിലായോ? മോഹനൻ പറഞ്ഞു, അതിപ്പോ അറിയാൻ പറ്റുകയില്ലല്ലോ സാറേ. അതും പറഞ്ഞ് അവൻ ഒറ്റ നടത്തം. തൊട്ടടുത്ത കൊല്ലം 10-ാം ക്ലാസ്. ഒരു വശത്ത് പെൺകുട്ടികൾ, അതീ തന്നെ തലയും മുലയും തെളിഞ്ഞ് ഇരിക്കപ്പൊറുതിയില്ലാത്ത ചെല്ലെണ്ണം. അതിനനുസരിച്ച് അപ്പുറത്ത് ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒരുമിട്ട കുറച്ചെണ്ണം. ആകെ അലമ്പ്. ഞാൻ ഡിസിപ്ലിൻ നടപ്പാക്കി തരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് സഹാധ്യാപകരോട് ഊറ്റം പറച്ചിലായിട്ടാണ് ഭാസ്കരൻ അന്ന് ക്ലാസ്സിൽ വന്നത്. വടി ഉയർത്തിയിട്ട് ചോദിച്ചു, ഇന്നലത്തെ ടെസ്റ്റ് പേപ്പറിന് ആബ്സെൻ്റായ അവന്മാരും അവളുമാരുമൊക്കെ എഴുന്നേറ്റ് നിൽക്ക്. 5-6 പേർ എഴുന്നേറ്റ് നിന്നു. അക്കൂട്ടത്തിൽ മോഹനനും ഉണ്ടായിരുന്നു. സാർ ആദ്യം അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ കുറച്ചുകൂടി ഉയർന്ന് വിരിഞ്ഞിരിക്കുന്നു. സാർ പതിയെ ചോദിച്ചു, എവിടായിരുന്നടാ ഇന്നലെ? കാട്ടിൽ. അവൻ മറുപടി പറഞ്ഞു. മിനിയാന്ന് വൈകിട്ട് കയറിയതാ സാറേ. സാറ് വലിയ വേട്ടക്കാരനൊക്കെ ആയിരുന്നല്ലോ. കാടിനകം അറിയാമല്ലോ. വഴി തെറ്റിപ്പോയി. എന്തിനു കയറിയതാ? ചന്ദനം മുറിക്കാൻ. എന്ത് കിട്ടും? 25 കിലോ വെളിയിലെത്തിച്ചാൽ 500 രൂപ. ഇവിടെ ആബ്സെൻ്റായ എന്ത് കിട്ടുമെന്നറിയാമോ? എന്ത് കിട്ടിയാലും 500 രൂപ പോലെയാകുമോ? ജീവിക്കാനാ സാറേ പഠിക്കുന്നത്. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് ജീവിക്കാനുള്ള വക കിട്ടിയാൽ കളയണോ? തരാനുള്ളത് അങ്ങ് തന്നേര് സാറേ. കുറെ അടിച്ചപ്പോൾ അവൻ പറഞ്ഞു, തഴമ്പയില സാറേ കൊള്ളുന്നത്. ഇനിയും 5-6 അടിക്കാനുള്ളതല്ലേ, ശക്തി കളയല്ലേ. ക്ലാസ് മൊത്തം ആർത്തു വിളിച്ചു. അതിനിടയിലൂടെ ആരോ സാറിൻ്റെ ഇരട്ടപ്പേര് ഉറക്കെ വിളിച്ചു, ഇക്രൂരൻ പാക്കര. സാറ് മേശ തുറന്ന് വിരൽ വണ്ണത്തിലുള്ള ഒരു നീണ്ട ചൂരലെടുത്തു. ആ വിളിയുടെ കലിപ്പും ചേർത്ത് മോഹനനെ തലങ്ങും വിലങ്ങും തല്ലി. കല്ലുപോലെ മോഹനൻ നിന്ന് വാങ്ങി. ഒരടി തെറ്റി. മുഖത്തിന് നേരെ വന്നപ്പോൾ മോഹനനൊന്നു തട്ടി. ചൂരലിൻ്റെ തുമ്പീന്നൊരു കൂർത്ത കഷ്ണം പൊട്ടി അവൻ്റെ പുരുകത്തി ചെന്ന് ചൂണ്ട പോലെ കൊരുത്തു. കുടുകുടാ ചോരയൊഴുകി. ഭാസ്കരനൊന്ന് പതറി. ആൺപിള്ളേരുടെ ഭാഗത്തു നിന്നും ബഹളം കൂടി. ഡാ ഇക്രൂര എന്ന് ആരോ അലറി വിളിച്ചു. അക്രൂരൻ എന്ന് പേരുള്ള ഒരുത്തൻ ശ്രീകൃഷ്ണനെ തങ്ങളിൽ നിന്നും കൊണ്ടുപോയതറിഞ്ഞ് ഗോപസ്ത്രീകൾ വിലപിക്കുന്ന ഒരു പാഠഭാഗമുണ്ട്. അക്രൂരൻ എന്നു പേരുള്ള ആ ക്രൂരൻ കൊണ്ടുപോയതെന്നാണ് പാഠം. അത് ഈ ക്രൂരനായ ഭാസ്കരൻ പഠിപ്പിച്ച കാലം മുതലാണ് അയാൾക്ക് ഇക്രൂരൻ എന്ന് പേര് വീണത്. പീരിയഡ് തീർന്നു ബെല്ലടിച്ചു. കിട്ടിയ അവസരം നോക്കി ഭാസ്കരൻ ക്ലാസ് വിട്ടിറങ്ങി. നട്ടുച്ചയാണ്. മോഹനൻ്റെ നെറ്റിയിന്ന് ചോര നിൽക്കുന്നില്ല. പിള്ളേരുടെ ബഹളം കേട്ട് സ്കൂളിന് പുറത്തെ അദ്രുമാൻ്റെ ചായക്കടയിലിരുന്നവരും മിഠായി ഐസ് കച്ചവടക്കാരുമൊക്കെ സ്കൂളിനകത്തേക്ക് വന്നു. പിറ്റേന്ന് ഭാസ്കരൻ ചായക്കടയിലിരിക്കുമ്പോഴാണ് സൈക്കിളിൽ മോഹനൻ വന്നത്. അവൻ്റെ നെറ്റിയിലൊരു കെട്ടുണ്ടായിരുന്നു. കടയിലുള്ളവരൊക്കെ എന്തെങ്കിലും സംഭവിക്കുമെന്ന മട്ടിൽ എഴുന്നേറ്റു. അക്ഷോഭ്യനായി കയ്യിലിരുന്ന വാഴയ്ക്ക അപ്പം കടിച്ചുകൊണ്ട് കാലിന്മേൽ കാലും വെച്ച് ഭാസ്കരൻ ഇരുന്നു. സൈക്കിളിൽ നിന്നിറങ്ങാതെ ചായക്കടയുടെ തിണ്ണയിൽ കാലൂന്നി മോഹനൻ പറഞ്ഞു, സാറന്മാര് സാധാരണ പിള്ളേരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യാറ്. താൻ എന്നെ തുലയ്ക്കുകയാ ചെയ്തത്. നിർത്തി പഠിപ്പ്. വീട്ടിലെ അത്യാവശ്യത്തിന് ചന്ദനം ചുമക്കാനിറങ്ങിയ എന്നെ സാറേ നിങ്ങൾ കൊള്ളക്കാരനാക്കാൻ പോവുകയാ, കൊള്ളക്കാരൻ. അവൻ കാലെടുത്ത് സൈക്കിൾ ആഞ്ഞു ചവിട്ടി മുന്നോട്ടു പോയി. പിന്നെ അവനെ കാണുന്നത് ഇപ്പോൾ 10-13 കൊല്ലത്തിനു ശേഷം ഇന്ന് ഈ രാത്രിയാ. ഭാസ്കരൻ ഓർത്തു. മോഹനൻ പഠിത്തം നിർത്തിയ സംഭവത്തിനു ശേഷം 4-5 കൊല്ലം കഴിഞ്ഞൊരു ദിവസം. ഭാസ്കരൻ അദ്രുമാൻ്റെ ചായക്കടയിലിരിക്കുകയായിരുന്നു. റിട്ടയർഡായിരുന്നു. ഇപ്പോൾ പഴയ ഇക്രൂരനല്ല. ഇക്രൂരനിൽ നിന്നും തൂവെള്ള ഭാസ്കരനിലേക്കുള്ള പരിണാമം പകുതി ദിശ പിന്നിട്ടിരിക്കുന്നു. അതിനു കാരണമായത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഓണപരീക്ഷ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോഴാണ് സംഭവം. ക്ലാസ്സിൽ നിന്നപ്പോൾ ഭാസ്കരന് ഫോൺ വന്നു. ഭാര്യയെ പാമ്പുകുത്തി. രക്ഷിച്ചെടുക്കാനായില്ല. തകർന്നുപോയി ഭാസ്കരൻ. പിള്ളേരുടെ ശാപമാണെന്ന് പലരും പറഞ്ഞു. വേട്ട ഉപേക്ഷിച്ചതും ഭാര്യയുടെ ഓർമ്മയിൽ നിന്നും രക്ഷപ്പെടാൻ പൊതുപ്രവർത്തനത്തിനിറങ്ങിയതും
പരമശാന്തനായതും അങ്ങനെയാണ്. അങ്ങനെയിരിക്കുന്ന ഭാസ്കരൻ സർ ചായക്കടയിലെ ഒരു ചർച്ച കേൾക്കുകയാണ്. കേട്ടു തുടങ്ങിയപ്പോഴേ മനസ്സിലായി, നായകൻ പഴയ ശിഷ്യനാണ് മോഹനൻ. ഇപ്പോൾ വെറും മോഹനനല്ല, സാൻഡൽ മോഹനൻ. കാതികൻ ചെറിയ തൊത്തിൽ ചന്ദനമോഷണത്തിനുള്ള ഒരുത്തനായിരുന്നു. അവൻ മെല്ലെ പറഞ്ഞു, എൻ്റെ ചേട്ടാ, നമ്മളൊക്കെ വെറും ചീള്. ചന്ദനത്തിൻ്റെ തെറിച്ചു വീഴുന്ന ഒരു കഷ്ണം എടുത്തോണ്ടു പോയോ വേര് മാന്തിക്കൊടുത്തോ അരി വാങ്ങിക്കുന്നവർ. പക്ഷേ അവൻ സാൻഡൽ മോഹനൻ, അവൻ്റെ പുതിയ കഥ കേട്ടില്ലേ? ഭാസ്കരൻ മെല്ലെ ചായ ഊതിയൂതി ബാക്കി കേൾക്കാനായിരുന്നു. കഥ ഇങ്ങനെയായിരുന്നു. മറയൂർ കോടതി. മജിസ്ട്രേറ്റ് ചേംബറിലിരുന്ന് ഊണ് കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൂരെ കോടതി വളപ്പിലെ ഒരു ഒത്ത ചന്ദനത്തിൽ ചാരി നിൽക്കുന്ന മോഹനനെ കാണുന്നത്. ഭക്ഷണം പാത്രത്തിൽ നിന്നും എടുത്ത് നിരത്തിക്കൊണ്ടിരുന്ന പ്യൂൺ പറഞ്ഞു, ദോ ആ നിൽക്കുന്നവനാണ് സർ സാൻഡൽ മോഹനൻ, ഭയങ്കരനാ. ഒരു ജീപ്പ് നിറയെ ചന്ദനവുമായി ഇവൻ പോയപ്പോൾ ഒരിക്കൽ ഫോറസ്റ്റുകാർ ചേസ് ചെയ്തു. ഇവൻ ജീപ്പ് ഡാമിലേക്ക് ഓടിച്ചിറക്കി. നീന്തി രക്ഷപ്പെട്ടു. പിറ്റേന്നു രാവിലെ തടിയെടുക്കാൻ ഫോറസ്റ്റുകാർ ചെന്നപ്പോൾ എന്താ, ജീപ്പ് മാത്രമുണ്ട്. തടി അവൻ കെട്ടിവലിച്ചു കൊണ്ടുപോയി ജീപ്പ് കസ്റ്റഡിയിലെടുത്തു. അതവൻ കഴിഞ്ഞ മജിസ്ട്രേറ്റിൻ്റെ കാലത്ത് വാദിച്ച് തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുപോയി. ദേഹമില്ലാതെ ഉടുപ്പ് കിട്ടിയിട്ട് എന്ത് കഥ, തെളിവ്? മജിസ്ട്രേറ്റ് ഇത്തിരി രസികനായിരുന്നു. അയാൾ പറഞ്ഞു, താൻ പോകുമ്പോൾ അവനെ ഇങ്ങോട്ട് പറഞ്ഞുവിട്. അങ്ങനെ മോഹനൻ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഓച്ചാനിച്ചു നിന്നു. മജിസ്ട്രേറ്റ് ചോദിച്ചു, മോഹനനല്ലേ സാൻഡൽ? മോഹനൻ ചമ്മിച്ചിരിച്ചു. നിന്തിരുവടികൾ ആ ചന്ദനമരത്തിൽ ചാരി നിൽക്കുന്നത് കണ്ടു. കൊണ്ടുപോകുമോ? മജിസ്ട്രേറ്റ് കളിയാക്കി. മോഹനൻ പറഞ്ഞു, ഓടേ തമ്പുരാനെ, കോടതിക്കകത്തുന്നോ? മോഹനൻ ചെയ്യുകയില്ല. മജിസ്ട്രേറ്റ് പറഞ്ഞു, ഷേ അങ്ങനെ പറയരുത്, കൊണ്ടുപോകണം. കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് തടസ്സമില്ലാതെ ആ റോഡിൻ്റെ അങ്ങേയറ്റം വരെ കാണാമായിരുന്നു. മോഹനൻ പറഞ്ഞു, കളിയാക്കല്ലേ സർ. മജിസ്ട്രേറ്റ് ചോദിച്ചു, ഇന്നത്തെ തൻ്റെ കേസ് ഏതാ? മറ്റേ വീട്ടുകാരെ കെട്ടിയിട്ടാ? മോഹനൻ ചിരിച്ചു. അത് തന്നെ സാറേ. മജിസ്ട്രേറ്റ് ചോദിച്ചു, ഉള്ളതാണോ? ഉള്ളത് പറഞ്ഞ നിന്തിരുവടികൾ എന്നെ രക്ഷിക്കുകയില്ലേ? മജിസ്ട്രേറ്റും ജഡ്ജിയുമെല്ലാം ഇരിക്കുന്ന ഇടം കോടതിയാണെന്നറിയാം. മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇല്ല, ഇപ്പോൾ കോടതിയല്ല, ഞാൻ ഊണ് കഴിഞ്ഞൊന്ന് വിശ്രമിക്കുകയാ. പറ, വാദം ഞാൻ കേട്ടതാ, ഉള്ളതാണോ? മോഹനൻ പറഞ്ഞു, എൻ്റെ സാറേ, ചന്ദനം സർക്കാരിൻ്റെ സ്ഥലത്തു നിന്നതാ. അത് വെട്ടിയപ്പോൾ അടുത്തുള്ള ഒരു വീട്ടുകാരൻ കണ്ടു. ഷെയർ ചോദിച്ചു. ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമെന്നായി. തരാമെന്ന് പറഞ്ഞു, പക്ഷേ പാതി വേണമെന്ന് പറഞ്ഞ. അവൻ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ദേഷ്യത്തിന് നീ അവൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന സാൻഡൽ വീട്ടുകാരെല്ലാരെയും കെട്ടിയിട്ട് മുറിച്ചുകൊണ്ടുപോയി. തെമ്മാടിത്തരമല്ലേടാ? ആണ്. പക്ഷേ ചിലപ്പോൾ നമുക്ക് പെരുപ്പ് കയറി വരും. സാറിനും വരികയില്ലേ ചില അന്യായം കാണുമ്പോൾ? അതുകൊണ്ടല്ലേ ചില കേസിൽ പരമാവധി ശിക്ഷ വിധിക്കുന്നത്. ആ, ഈ കേസിലും ഞാൻ അതുതന്നെ ചെയ്യാൻ പോകുന്നത്. പൊന്നു കോടതി, ഇത് ചതിയല്ലേ? എൻ്റെ അടുത്ത് ഉള്ളത് പറയാൻ പറഞ്ഞിട്ട്. ഞാനത് വിടാം. എന്തു പറയുന്നു? യോ. മജിസ്ട്രേറ്റ് ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തിയിട്ട് പറഞ്ഞു, വിടാമെടാ. ഈ കേസിപ്പോൾ എന്തായാലും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാ. എനിക്ക് അങ്ങോട്ടും വിധിക്കാം ഇങ്ങോട്ടും വിധിക്കാം. കേസ് ഞാൻ തൻ്റെ കണ്ടത്തിലേക്ക് മറിക്കാം. എന്തോ പറയുന്നു? മോഹനൻ അന്തം വിട്ടതുപോലെ നോക്കി. പക്ഷേ മജിസ്ട്രേറ്റ് പറഞ്ഞു, അങ്ങനെ ചെയ്യുമ്പോൾ എന്തേലും രസം വേണ്ടായോ? ഞാനൊരു കാര്യം പറയാം. നീ ചാരി നിന്ന ചന്ദനമുണ്ടല്ലോ, അത് നീ കൊണ്ടുപോക്കോ. അയ്യോ, കോടതിന്നോ? അതേ, അത്ര എളുപ്പമൊന്നും ആകില്ല അത്. കൊണ്ടുപോകുമെന്ന് ഊമക്കത്ത് കിട്ടിയെന്ന് പറഞ്ഞ് 2 പോലീസുകാരെ ആ ചന്ദനത്തിന് എക്സ്ട്രാ ബന്ദവസ് ഇടുകയും ചെയ്യും. കോടതിയുടെ പാറാവ് വേറെ, മനസ്സിലായില്ലേ? നിനക്ക് ഒരാഴ്ച തരാം. എന്നുവെച്ചാൽ ഈ കേസിൻ്റെ വിധി അങ്ങോട്ട് മാറ്റുക. അന്നേ ദിവസം നീ ഇത് കൊണ്ടുപോയാ അയ്യോ പോലീസുകാരൊക്കെ നിൽക്കുമ്പോൾ. എങ്കിൽ വേണ്ട, നീ ഒരു കൊല്ലം അകത്തുകിടാ. കുറ്റം നീ സമ്മതിച്ചതല്ലേ? എന്നെക്കൊണ്ട് ഒക്കുകയിലെന്ന് അറിഞ്ഞുകൊണ്ട് പൊന്നു കോടതി കളിക്കുവാല്ലേ? മോഹനൻ പറഞ്ഞു. ഓ, ചെല്ല് ചെല്ല്, മോഹനൻ പറഞ്ഞു. ഞാനൊന്ന് ശ്രമിക്കും. മജിസ്ട്രേറ്റ്, ആയിക്കോട്ടെ. പിറ്റേ ദിവസം മോഹനൻ നോക്കിയപ്പോൾ സംഗതി ശരിയാ. 2 പോലീസുകാർ ചന്ദനത്തിന് ചൂട്ടിൽ. അതിൻ്റെ 5-ൻ്റെ രാത്രി ഒരു 7:30 മണിയായി കാണും. കോടതിയുടെ എതിർവശത്ത് റോഡിൽ നിന്നും കൊക്കയിലേക്ക് ചാഞ്ഞു നിന്ന ഒരു മരത്തിൽ ഒരു ജീപ്പ് വന്നിടിക്കുന്നത് കണ്ടവരുണ്ട്. ആൾക്കാർ ഓടിക്കൂടി. പോലീസുകാരും ഓടി വന്നു. പക്ഷേ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആളെ കാണുന്നില്ല. കൊക്കയിൽ പോയി എന്ന് വിചാരിച്ച് എല്ലാവരും ഉറപ്പിച്ചു. പോലീസുകാരും പാറാവുകാരുമെല്ലാം അങ്ങോട്ട് ചെന്ന് കൊക്കയിലേക്ക് നോക്കി നിൽക്കുകയാണ്. പോലീസുകാർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അവിടെ നിന്ന് കോടതിയിലേക്കൊന്ന് നോക്കിയാൽ മതിലിൻ്റെ മുകളിലൂടെ ചന്ദനമരം കാണാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പോലീസുകാർ തിരിച്ചു കോടതി വളപ്പിലെത്തിയപ്പോൾ ഞെട്ടിപ്പോയി. ചന്ദനത്തിൻ്റെ തലപ്പ് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ചന്ദനത്തിൻ്റെ കാതലായ ഉടൽ കാണാനില്ല. അതായത് ചന്ദനത്തിൻ്റെ തലപ്പ് അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അമ്മളി മനസ്സിലായത്. തലപ്പിലെ തടിയിൽ ചുറ്റുകമ്പി കൊണ്ട് 2 വശത്തേക്കും ടെമ്പറിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്.
അതാണ് അത് അങ്ങനെ തന്നെ നിന്നത്. അടിയിലെ ഉടൽ പോയി. പഴയ തേക്കു പോസ്റ്റിന്റെ വണ്ണമുള്ള ഉഗ്രൻ തടിയാണ് പോയത്. പോലീസുകാരുടെ ചങ്കരിഞ്ഞുപോയി. അവർ തിരിച്ചു റോഡിലേക്ക് ചെന്നപ്പോൾ അവിടെ കിടന്നിരുന്ന ജീപ്പും അപ്രത്യക്ഷമായിരിക്കുന്നു. പിറ്റേന്ന് പോലീസുകാരെ വിളിപ്പിച്ച് മജിസ്ട്രേറ്റ് ചോദിച്ചു, മോഷ്ടാവ് മെഷീൻ വാൾ ഉപയോഗിച്ചിരിക്കണം, അല്ലാതെ ഇത്ര എളുപ്പം പറ്റില്ല. എന്നിട്ടും നിങ്ങൾ ശബ്ദം കേട്ടില്ലേ? അവർ ക്ഷമാപണത്തോടെ പറഞ്ഞു, ഇല്ല സർ, ജീപ്പിന്റെ ആക്സിലേറ്റർ ജാമാക്കി വെച്ചിരിക്കുകയായിരുന്നു. അത് കിടന്ന് എരയുകയായിരുന്നു. ആ ശബ്ദത്തിനിടയിൽ. ഉച്ചയ്ക്ക് മജിസ്ട്രേറ്റിനെ വീട്ടിൽ മോഹനൻ കാണാൻ ചെന്നു. മജിസ്ട്രേറ്റ് പറഞ്ഞു, കൊള്ളാം, ഞാനിതു പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ എനിക്കങ്ങ് ദൂരെ വരെ വ്യൂ ഉണ്ട്. ഈ കേസ് ഞാനങ്ങ് വിട്ടേക്കാം. പക്ഷേ ഇനി ചന്ദനമോഷണവുമായി എൻ്റെ മുന്നിൽ വരരുത്. വന്ന ഈ വൈരാഗ്യവും ചേർത്ത് ഞാൻ കെട്ടിവെച്ചു തരും. മോഹനൻ ചോദിച്ചു, പിന്നെ ഞാനെങ്ങനെ ജീവിക്കും? മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇത്രയും ബുദ്ധിയുള്ള നിനക്കാണോ അതിന് ബുദ്ധിമുട്ട്? പൊക്കോ. കഥ പറയുന്ന ആൾ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ സ്കൂളിലാ പഠിച്ചത്. വേറൊരാൾ പറഞ്ഞു, ദാ ഈ സാറ് പഠിപ്പിച്ചതാ. ഭാസ്കരൻ സർ പന്തിയല്ലെന്നതു കണ്ട് മെല്ലെ എഴുന്നേറ്റു. ചായയുടെ കാശു കൊടുത്തപ്പോൾ ചായക്കാരൻ അദ്രുമാൻ രഹസ്യമായി പറഞ്ഞു, ഒന്നു സൂക്ഷിച്ചേക്കണം, അവൻ വളരുകയാ. പിന്നെ അവനെക്കുറിച്ച് ഒരു വാർത്തയും കേട്ടില്ല. അദ്രുമാന്റെ കടയിൽ പിന്നീടധികം പോകാത്തതുകൊണ്ടാകും. രാഷ്ട്രീയത്തിൽ തിരക്കായി. അവനെ അങ്ങ് പിന്നീട് മറക്കുകയും ചെയ്തു. പക്ഷേ അവനങ്ങനെ ധൂമകേതുവിനെ പോലെ വീണ്ടും ചുറ്റി തൻ്റെ നേരെ വരുമെന്ന് ഭാസ്കരൻ വിചാരിച്ചില്ല. അയാൾ പിന്നെയും തലപൊക്കി തൻ്റെ ചന്ദനത്തിലേക്ക് നോക്കി. അവിടെ തന്നെയുണ്ട്. ഇത്രയും ഭയങ്കരനായ അവന് ഈ ചന്ദനം കൊണ്ടുപോകാനാണോ പാട്? പറ്റില്ല, ചെറുക്കണം ഏതു വിധേനയും. പഴയ വേട്ടക്കാരൻ ഉള്ളിൽ കിടന്നു പറഞ്ഞു. പിറ്റേന്ന് അനി ബാങ്കിൽ ഉദ്യോഗത്തിന് പോയ നേരം ശിഷ്യൻ ബാബു വന്നു. അവൻ്റെ വരവിന് ഇത്തിരി വേഗം കൂടുതലുണ്ടായിരുന്നു. തോളിൽ കിടക്കുന്ന തോർത്തുകൊണ്ട് വരാന്തയിലെ പൊടി തട്ടിയിരുന്നിട്ട് കിതച്ചിട്ട് പറഞ്ഞു, എൻ്റെ സാറേ, ഇച്ചിരി പ്രശ്നമാ. എന്താ ഈ വിലായത്ത് ബുദ്ധ, കണ്ടുപിടിച്ചോ? അതറിയില്ല. അത് മോഹനൻ്റെ ഒരു കോഡാണെന്നാ തോന്നുന്നത്. ഫോറസ്റ്റുകാരൊക്കെ വെട്ടേണ്ട മരങ്ങളുടെ നമ്പർ അടിക്കുമല്ലോ, അതുപോലെ. ഒന്നുറപ്പാ. അവൻ ഒരു ചന്ദനത്തിൽ നോട്ടമിട്ടാൽ അതിൻ്റെ കഥ കഴിഞ്ഞു എൻ്റെ സാറേ. ചോദിച്ചിട്ട് കൊടുക്കാത്ത വീട്ടുകാരെ കെട്ടിയിട്ട് അവൻ അവരുടെ കൺമുന്നിൽ വെച്ച് പുരയിടത്തിലെ ചന്ദനം മുറിച്ചുകൊണ്ട് പോയ വിത്ത അവൻ. സർക്കാർ ചന്ദനത്തിന് ബന്ദവസ് കൂട്ടിയപ്പോഴാ അവൻ സ്വകാര്യ ഭൂമിയിലെ ഒരു പെടി തേടിയിറങ്ങിയത്. സാറേ, മറയൂരിലെ ഏറ്റവും പിശക് ചന്ദനക്കൊള്ളക്കാരനാ അവൻ. സാറിൻ്റെ ചങ്കൊന്നു കിടുങ്ങി. അയാളത് ഭാവിക്കാതെ പറഞ്ഞു, ഒന്നുമില്ലേലും ഞാനവൻ്റെ വാദ്യാരായിരുന്നല്ലോ. സാർ ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു. അതിൻ്റെ വൈരാഗ്യം വേറെയും കാണും. സാർ അവൻ്റെ അടിച്ചു പൊട്ടിച്ചെടുത്ത് രോമം കിളുത്തിട്ടില്ല. അവൻ്റെ ഇടത്തെ പുരികം പിളർന്നു കിടക്കുക. എന്നും കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവനത് കാണുമല്ലോ. അന്നേരം അവൻ സാറിനെ ഓർക്കാതിരിക്കുമോ? ഓർക്കുന്നത് നല്ലത് വല്ലതുമായിരിക്കുമോ? എൻ്റെ സാറേ, ഇത് മോഹനൻ തുനിഞ്ഞു തന്നെ. സാർ അവനെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ ഒന്ന് കണ്ണടയ്ക്കുന്നതാണ് നല്ലതെന്നാണ് പലരും പറയുന്നത്. സാറിന് ദേഷ്യം വന്നു. അപ്പോൾ നീ അത് നാട്ടി പാട്ടാക്കി ഇല്ലേ? ബാബു ഒതുക്കത്തി പറഞ്ഞു, എൻ്റെ സാറേ, ആർക്കാ ഈ കഥയൊക്കെ അറിഞ്ഞുകൂടാത്തത്? അവൻ പള്ളിക്കൂടം വിട്ട് കൊള്ളക്കാരനായതെങ്ങനാ? സാർ ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ചിരുന്നു. സാർ ചോദിച്ചു, നിനക്കൊരു രാത്രി കാവല് കിടക്കാമോ? കാര്യമില്ല, എന്നെ കൂടെ അവൻ റാഞ്ചും. സാർ പിന്നീട് ഉത്കണ്ഠയോടെ ചന്ദനത്തിലേക്ക് നോക്കി. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ബാബു വീണ്ടും പറഞ്ഞു തുടങ്ങി. അവൻ ഒരു മണിക്കൂർ കിട്ടിയാൽ മതി. 100 കിലോ ഡബിൾ ട്രിപ്പായിട്ട് അവൻ ചുമന്നു മാറ്റും. പക്ഷേ എനിക്കത് വിട്ടുകൊടുക്കാൻ പറ്റുകയില്ലടാ, എനിക്കത് ആവശ്യമുണ്ട്, സാറ് പറഞ്ഞു. അവൻ അതിലും അത്യാവശ്യമുണ്ടെങ്കിലോ? പക്ഷേ നമുക്കൊരു തടയിടാനുള്ള പഴുതുണ്ട്, ബാബു പറഞ്ഞു. സാർ പ്രതീക്ഷയോടെ ബാബുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പറഞ്ഞു, നമ്മുടെ ചോലക്കിലെ ചെമ്പകമില്ലേ? അയ്യോ, ഞാനിതാരോടാ പറയുന്നത്, ചെമ്പകത്തെ അറിയാമോന്ന്? ആ, അവളുടെ മോളാ ഇപ്പം അവനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ തിരിച്ചാ പറയേണ്ടത്. പക്ഷേ തള്ളയുടെയും മോളുടെയും സ്വഭാവം വെച്ച് ഇതിപ്പോൾ ഇങ്ങനാ. സാറ് തള്ളയെക്കൊണ്ട് പിള്ളയോടൊന്ന് ശുപാർശ ചെയ്യിക്കണം. അവളൊന്ന് കുലുങ്ങി ഒരു കാര്യം പറഞ്ഞാൽ മോഹനൻ അനങ്ങൂല. ചെമ്പകത്തിനെ കാണാനോ ഞാനോ എൻ്റെ പട്ടി പോകും. അയ്യോ, അങ്ങനല്ല, സാറ് തന്നെ പോണം, ഇല്ലെങ്കിൽ വിറക് അവൻ്റെ കക്ഷത്തിരിക്കും. സാറിരുന്ന് എന്തോ ആലോചിച്ചു. ബാബു കുറച്ചുകൂടെ മയത്തിൽ പറഞ്ഞു, അന്നത്തെ സാറിൻ്റെ പാതാളത്തിലേക്കുള്ള വീഴ്ചയ്ക്ക് ശേഷം അവൾക്ക് സാറിനോടൊരിത്തിരി സഹതാപമുണ്ട്. സാറ് പറഞ്ഞ ചെമ്പകം ഇടപെടും. സാറ് പറഞ്ഞു, അവള് കാരണമാ ഞാൻ ഇങ്ങനെ ആയത്, അറിയാമല്ലോ. അവളെ കാണാൻ ഒക്കുകേല. ബാബു പറഞ്ഞു, സാർ മാനക്കേടുക്കള. ചന്ദനം പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്റ്റേഷനിലൊന്നും പോയി ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എല്ലാം അവൻ്റെ ആൾക്കാരാ. എന്തോ ആലോചിച്ചുകൊണ്ട് സാറ് മിണ്ടാതിരുന്നു. 2 ദിവസം അനക്കമൊന്നും ഉണ്ടായില്ല. സാറിൻ്റെ നെഞ്ചെടുപ്പ് മാത്രം ആ പ്രദേശത്ത് ഇടയ്ക്കിടെ ഡിം ഡിം എന്ന് കേട്ടു. 3 രാവിലെ ഒരു 8-8:30 മണിയായി കാണും. മലയ്ക്ക് മുകളിൽ എന്തോ ഒരു ആളനക്കം കേട്ടു. സാറ് വീടിനകത്ത് നിൽക്കുകയായിരുന്നു.
കാട്ടുപോത്തെങ്ങാനും എടുത്ത് ചാടുന്നതാന്നാ സാറ് വിചാരിച്ചത്. 2-3 വേരിൽ ചവിട്ടി കൊടും കുന്നിൽ നിന്നും എടുത്തു ചാടി കൺമുന്നിൽ വീണ്ടും ഡബിൾ മോഹനൻ. മോഹനൻ പറഞ്ഞു, നമസ്കാരം സാറേ, ഞാനൊരു സാധനം ചോദിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. സർ ദയനീയമായി തൻ്റെ ചന്ദനമരത്തിലേക്ക് നോക്കി. മോഹനൻ പക്ഷേ പറഞ്ഞു, ഇവിടെ വലിയ വടമിരിപ്പുണ്ടെന്നറിഞ്ഞു. ഇല്ലെന്ന് പറയരുത്. ഒരു നല്ല കാര്യത്തിനാ. എന്നുവെച്ചാ എൻ്റെ സാറേ, നമ്മുടെ ആട്ടുമലയില്ലേ, ചിന്നാറിലെ എവറസ്റ്റ്, അതിൻ്റെ മണ്ടയിലേക്ക് ഒരു വഴിയടിക്കുകയാ ഞാൻ. ഇപ്പോൾ പുലിപ്പുറത്ത് കയറിയതുപോലെയായി. ഇറങ്ങിയ പുലി വിഴുങ്ങുമെന്ന കണ്ടീഷനാ. 3/4 ഭാഗമെത്തി. ഒരു വശത്ത് നനഞ്ഞ പാറയാ, ഒരു രക്ഷയുമില്ലാത്ത ചരിവ. സ്ട്രോങ് ആയൊരു വടം പിടിച്ച് കെട്ടിയില്ലേല്. സർ ഒന്നും മിണ്ടാതെ പിന്നിലെ ഷെഡിലേക്ക് നടന്നു. മോഹനൻ ചന്ദനമരത്തിനടുത്തേക്ക് ചെന്ന് അതിൻ്റെ മുറ്റിവീണ്ട പുറത്തുകൂടി തടവിക്കൊണ്ട് പറഞ്ഞു, ബുദ്ധം ശരണം ഗച്ഛാമി. സർ പിന്തിരിഞ്ഞ് അത് നോക്കി നിന്നു. പിന്നെ മെല്ലെ വിളിച്ചു, ഷോ ഇങ്ങോട്ട്. മോഹനൻ വടമെടുത്ത് കഴുത്തിലിട്ടു. അതിൻ്റെ ഭാരത്തിൽ ആടിയാടി നടന്നു. ഭാസ്കരൻ സർ പറഞ്ഞു, ഒരാളെ കൂടി വിളിച്ചൂടെ? മോഹനൻ പറഞ്ഞു, എന്തിന്? 19 കിലോ ചന്ദനം പുഷ്പം പോലെ ചുമക്കുന്ന പാർട്ടീസല്ലേ സാറേ ഞങ്ങൾ. ഒന്ന് നിന്നിട്ട് അവൻ പറഞ്ഞു, കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് ഒരു ദിവസം ഞാൻ വരാം. നമ്മുടെ ചന്ദനത്തിൻ്റെ കാര്യം സംസാരിക്കാനാ. സാർ മാന്യമായിട്ട് ഒരു ചെറിയ വിലയുറപ്പിച്ചു വെക്കി. സാർ എന്തോ പറയാനായിട്ട് പറഞ്ഞപ്പോൾ ഡബിൾ മോഹനൻ തടഞ്ഞു. തരുകയില്ലെന്നൊന്നും പറയരുതേ സാറേ, ബുദ്ധ ഭഗവാന് ഇഷ്ടപ്പെടുകയില്ല. വിലായത്താ സംഗതി, വിലായത്ത് ബുദ്ധ. ഭാസ്കരൻ ദേഷ്യത്തോടെ അവനെ നോക്കി. ഇപ്പോൾ ഭാസ്കരൻ സ്വന്തം വീടിൻ്റെ ഇടത്തെ റോഡിലൂടെ താഴേക്കു നടക്കുകയാണ്, ചോലക്കിലെ ചെമ്പകത്തിൻ്റെ വീട് ലക്ഷ്യമാക്കിയിട്ട്. ഇത്തവണ കുടയെടുത്തിട്ടില്ല. മറയ്ക്കാൻ ഇനിയൊന്നുമില്ല. റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. അത് പണ്ടത്തെ പോലെ കുഴാന്ന് തിന്നുന്ന വഴിയല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഉതുപ്പാൻ്റെ വീട്ടിലേക്കുള്ള റോഡാണ്. ദൂരെ ചോലക്കിലെ ചെമ്പകത്തിൻ്റെ വീട് കണ്ടു. അതിപ്പോൾ ടെറസിട്ട് ഒരു നല്ല ഒന്നാന്തരം ഒരു വീടായിരിക്കുന്നു. ആരുടെ മിടുക്കാണോ എന്തോ. സാർ ദീർഘനിശ്വാസത്തോടെ റോഡിൻ്റെ വശത്തുള്ള ചെറിയ ഒലട്ടിപ്പനയുടെ കീഴെ ഒതുങ്ങി നിന്നു. ദൂരെ കൂറ്റൻ മലയുടെ ഇടയിൽ നിന്നുള്ള വെള്ളച്ചാട്ടം കാണാം. 3-4 മണിക്കൂർ ആ തീട്ടക്കുഴിയിൽ കിടന്നപ്പോൾ ആ വെള്ളച്ചാട്ടമായിരുന്നു ഇരുട്ടിൽ മിന്നിത്തിളങ്ങി നിന്നിരുന്നത്. അത് തൻ്റെ തലയിലൂടെ ഒരു തവണയെങ്കിലും പാഞ്ഞൊഴുകണേ എന്ന് എത്ര തവണ പ്രാർത്ഥിച്ചു. പഴയ ആ ദുർഗന്ധം വന്ന് തലയ്ക്കു പിന്നാലെ ഒരു പ്രേതത്തെ പോലെ നിലനിൽക്കുന്നു. കൂടുതൽ ചിന്തകളിലേക്ക് കടക്കേണ്ടി വന്നില്ല. ശർക്കര പണിക്ക് കരിമ്പ് ചീകിക്കൊണ്ടിരുന്ന ചെമ്പകം അന്നേരം ഭാസ്കരൻ സാറിൻ്റെ ആ നിൽപ്പ് കണ്ടു. എന്താ ഈ കാണുന്നത്? ആരാ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ഇറങ്ങി ഓടി വന്നു. സാറിനെ ഈ വഴിക്ക് പിന്നിപ്പോഴാ കാണുന്നത് എന്ന് അവൾ പറഞ്ഞപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, ആ 10 കൊല്ലമായി, പിന്നെ വന്നിട്ടില്ല. ഓ, ഈ സാറിൻ്റെ ഒരു കാര്യം, അതൊരു അബദ്ധമായിരുന്നല്ലോ. ഭാസ്കരൻ കാര്യത്തിലേക്ക് കിടന്നു. എനിക്ക് മോഹനനെ ഒന്ന് കാണണമായിരുന്നു. ചെമ്പകം മകൾ ചൈതന്യത്തെ വിളിച്ചു. ചൈതു, എടി ചൈതു. ചൈതന്യം മുടി കെട്ടിക്കൊണ്ട് ഇറങ്ങി വന്നു. അവൾക്കൊപ്പം ശർക്കരയുടെ ഗന്ധവും ഒപ്പം വന്നു. ചൈതന്യം പറഞ്ഞു, മോഹനനോ? അവൻ രാത്രി വൈകും സാറേ, അത്രയും സാറ് നിൽക്കണ്ട. പിന്നെ വല്ലോടവും ഇരുണ്ടു വീണാ പിന്നെ. അവൾ സ്വയം ചിരി നിർത്തിക്കൊണ്ട് ഞാൻ പാവ വിളക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി. ഭാസ്കരൻ ചെമ്പകത്തിനോട് പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്. ആദ്യമായിട്ട് ഒരാളിൻ്റെ അടുത്ത് പറയുകയാ. ഗതികേടുകൊണ്ടാ. പക്ഷേ ആദ്യം പറയുന്നത് നിന്റെ അടുത്തായതുകൊണ്ട് ഒരു നീതിയുമുണ്ട്. കാരണം പുഴുവിനെ പോലെ ആ തീട്ടത്തിൽ കിടന്ന് ഞാൻ കൈകാലിട്ടടിക്കുന്നത് ആദ്യം കണ്ടത് നീയാണല്ലോ. പിന്നെ എന്നെ ജനം വിളിച്ച ഇരട്ടപ്പേര് നീ കേൾക്കുന്നതല്ലേ. എൻ്റെ മോനെ പോലും ആ നാറ്റം ബാധിച്ചു. പഠിച്ചു വലിയ ഉദ്യോഗസ്ഥനാകുമെന്ന് കരുതിയ അവൻ ഒന്നുമായില്ല. ദുർമാർഗത്തിൽ കൂടെ നടക്കുന്ന ഒരുത്തിയുടെ കക്കൂസ് കുഴിയുന്ന അവൻ്റെ അച്ഛനെ ജനം പൊക്കിയെടുത്തത്. സാർ കാര്യം പറ. ചെമ്പകത്തിന് ദേഷ്യം വന്നു. സാറ് പറഞ്ഞു, എല്ലാവരും കൂടി എന്നെ നാറ്റിച്ചു, മടുത്തു. അതുകൊണ്ട് ഞാൻ ചില തീരുമാനമെടുത്തിരിക്കുന്നു. സാറ് മനസ്സിലാവുന്ന ഭാഷയിൽ പറ. ഇത്രയേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ മുന്നിലൊരു ചന്ദനം നിൽപ്പുണ്ട്. ആ ചന്ദനം വെട്ടിയായിരിക്കണം എന്നെ ദഹിപ്പിക്കേണ്ടത്. എന്നും ഞാൻ മാത്രം നാറണമെന്ന് യാതൊരു നിയമവുമില്ലല്ലോ. ഞാൻ മണക്കുന്ന ഒരു ദിവസം ഉണ്ടാകണം എനിക്ക്. ചെമ്പകം ഇതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ട് അയാളെ നോക്കി. അവൾക്ക് അപ്പോഴും കാര്യമായൊന്നും പിടുത്തം കിട്ടിയില്ല. പക്ഷേ ചിരി വന്നു. അവൾ ചോദിച്ചു, സാറേ, ഈ രാജാക്കന്മാരെയൊക്കെയല്ലേ അങ്ങനെ ചന്ദനമുട്ടികൊണ്ട്? സാറ് പറഞ്ഞു, എനിക്ക് രാജാവാകണ്ട. പക്ഷേ വെറും മനുഷ്യനാണ് ഞാനെന്ന് ജനം വിചാരിച്ചാൽ മതിയായിരുന്നു. ഇത് വെറും തീട്ടം. അതുമാത്രമാണല്ലോ ഞാൻ. അതിന്നൊരു മാറ്റം വേണം എനിക്ക്. ഞാൻ ചാകുമ്പോൾ ഭാസ്കരൻ ചത്തെന്ന് ആരും പറയുകയില്ല, തീട്ടം ചത്തെന്നേ പറയൂ. അതുകൊണ്ടാ. തീട്ടം എരിയുമ്പോഴെങ്കിലും കുറച്ച് മണം വരട്ടെടി. ആർക്കും ഛേദമില്ലാത്ത ഒരു കാര്യമല്ലേ. ചെമ്പകം ചോദിച്ചു, ഇതൊക്കെ സാറ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നതെന്തിനാ? കാരണം എൻ്റെ ചന്ദനം മോഹനൻ നോട്ടമിട്ടുപോയി. ആ ചന്ദനം എന്തിനുള്ളതാണെന്ന് നീ അവന് പറഞ്ഞു കൊടുക്കണം.
അതെൻ്റെ വികാരമാണെന്നും പറയണം. എൻ്റെ വേദന എരിക്കാനുള്ള ഒരു പ്രതീക്ഷയാണെന്ന് പറയണം. അങ്ങനെ സാഹിത്യം പറയാനൊന്നും എനിക്കറിയുകയില്ല, ചെമ്പകം പറഞ്ഞു. നീ മോഹനനോട് പറയണം അതങ്ങ് മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞേക്കാൻ. ഞാൻ ചന്ദനം കൊടുക്കുന്നില്ല. അവന് ചില്ലറ കാശ് വേണമെങ്കിൽ പറ, ഞാൻ കൊടുക്കാം. അവനങ്ങനെ ഓസിന് കാശ് വാങ്ങുന്ന ടൈപ്പല്ല സാറേ. അധ്വാനിച്ചേ കാശുണ്ടാക്കൂ. അടുക്കളയിൽ നിന്ന് ഇതു കേട്ട് വന്ന ചൈതന്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ മെല്ലെ ഒരു കൊത്ത്. ഓർമ്മയില്ലേ സാറിന് അവനെ വെല്ലുവിളിച്ചതിന്? അത് കേട്ടപ്പോൾ സാറിന് ദേഷ്യം കത്തിക്കയറി. അയാൾ പറഞ്ഞു, ചതച്ചെങ്കി അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട. ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ പറമ്പിൽ കയറി അവൻ അധ്വാനിച്ച അവൻ്റെ അവസാനമായിരിക്കും. പറഞ്ഞേര്, സാറ് വിളിച്ചു പറഞ്ഞു. ഓ പറഞ്ഞേക്കാം, ചൈതന്യം പറഞ്ഞു. ചെമ്പകം ശാസിച്ചു. മിണ്ടാതിരിയടി. പിന്നെ സാറിനോട് പറഞ്ഞു, സാറ് വിഷമിക്കാതെ പോ. അവൻ അങ്ങനെയൊന്നും ചെയ്യുകയല്ല, ഞാൻ അവൻ്റെ അടുത്ത് പറയാം. അങ്ങേര് മടിച്ച് തിരിച്ചു നടന്നു. ആലയത്തിൽ നിന്നും സാറിനെ കളിയാക്കുന്ന മട്ടിൽ ചൈതന്യത്തിൻ്റെ കൊക്കിയുള്ള ചുമയും അതിൻ്റെ കൂടെ ചിരി അമർത്തിപ്പിടിക്കാനുള്ള ശ്രമവും കേട്ടു. സംഗതി പ്രശ്നമാകാൻ തുടങ്ങുകയായിരുന്നു. പിറ്റേന്ന് പുലർച്ച വെട്ടം വീണപ്പോഴാണ് ഭാസ്കരൻ മയങ്ങിയത്. മോഹനൻ മരത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ദുസ്വപ്നം കണ്ടാണ് ഉണരുന്നത്. തല പൊക്കിയപ്പോൾ ഞെട്ടിപ്പോയി. വരാന്തയിൽ ഡബിൾ മോഹനൻ ഒതുക്കത്തിൽ നിന്നും ചായ ഊതി കുടിക്കുന്നു. മോഹനൻ ഭവ്യതയോടെ പറഞ്ഞു, ഉണരാൻ കാത്തിരിക്കുകയായിരുന്നു. ചെമ്പകച്ചേച്ചി പറഞ്ഞു, സാറിനെ പോയി കാണണം, സമാധാനിപ്പിച്ചിട്ട് പോരണം. അത് കഴിഞ്ഞിട്ടുള്ള പണിയൊക്കെ മതിയെന്ന്. പിന്നെ അവൻ സാറിൻ്റെ മകൻ അനിയെ നോക്കി പറഞ്ഞു, താങ്ക്സ് എടാ അനി, ചായ ரொம்ப അഴകാ ഇருக்கு. അനി ചോദിച്ചു, നീ എന്തോ പറഞ്ഞിട്ട് പോയല്ലോ? ഏതോ ബുദ്ധൻ്റെ കാര്യം. അച്ഛൻ അത് കേട്ട് വലിയ അങ്കലാപ്പിലായിരുന്നു. എന്നാത്തിന്? മോഹനൻ പറഞ്ഞു. അത് ഞങ്ങളുടെ ട്രേഡ് നെയിമാ, വിലായത്ത് ബുദ്ധ. എൻ്റെ സാറേ, ഞാനിവിടെ വന്ന കാലയിൽ നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? ഇരിക്കാനൊക്കുകയല്ല. കാരണം മുറ്റത്ത് വിലായത്ത് ബുദ്ധ. ഞങ്ങൾ ഗുരുത്വമുള്ള കച്ചവടക്കാരെ ഇരിക്കുകയല്ല. വിലായത്ത് ബുദ്ധ വീട്ടുമുറ്റത്ത് നിൽക്കുവാണെങ്കിൽ ഭയങ്കര ഐശ്വര്യമാവിടെ. പിന്നെ ഐശ്വര്യം ഇവിടെ കിടന്ന് വിളയാടുകയല്ലേ? സർ പുച്ഛത്തോടെ പുലമ്പി. മോഹനൻ തുടർന്നു, അങ്ങനല്ല സാറേ. അറിയാവുന്നവർക്ക് ഇതിനെ ഒരു ചന്ദനമായിട്ട് കാണാനൊക്കുകയില്ല. അഴുക്കെല്ലാം പോയി കഴിഞ്ഞ് ബുദ്ധൻ്റെ ഉടൽ മാത്രമാ ആ മരത്തിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ എക്സ്പോർട്ടുകാർക്ക് കാണാൻ കഴിയുന്നത്. വിലായത്ത് ബുദ്ധയിൽ കുത്തിയാൽ മരം ഉടയില്ല, എത്ര പണിതാലും. ബുദ്ധൻ്റെ മുഖത്തെ സമാധാനവും കണ്ണടച്ചാലും ബാക്കി കിടക്കുന്ന ആ ചൈതന്യവുമുണ്ടല്ലോ, അതാ വെരി ഇമ്പോർട്ടൻറ്റ്. അത് വിലായത്ത് ബുദ്ധയിലേ വിരിയിച്ചെടുക്കാൻ പറ്റൂ. അത് മരമല്ല, പൂർത്തിയാക്കാനുള്ള ഒരു ശില്പമാണ്. ചീളുപാളുകൾ കളയാൻ കാത്തു നിൽക്കുന്ന ബുദ്ധവിഗ്രഹങ്ങളാണ്. വിലായത്ത് ബുദ്ധയിൽ തന്നെ ഇതുപോലെ വളവും പുളവുമൊന്നുമില്ലാത്ത ലക്ഷണമൊത്ത ഒരു ചന്ദനമരം ഞാൻ കണ്ടിട്ടേയില്ല. അവന് ഒരു 80 വയസ്സ് വരും. മനുഷ്യനെ പോലെ ചന്ദനത്തിനും നൂറ്റാണ്ടാണ് ആയുസ്. മനുഷ്യൻ്റെ മനസ്സുപോലാ ചന്ദനത്തിനും. പ്രായം കൂടുമ്പോൾ മനുഷ്യന് പദം വരും, ചന്ദനത്തിന് മണവും. പുരുഷൻ്റെ വീര്യം കുറുകി മഞ്ഞിക്കും, അതുപോലെ ചന്ദനത്തിൻ്റെ കാതലും മഞ്ഞിക്കും. അങ്ങനെ തികഞ്ഞ ജന്മമായി കഴിഞ്ഞു ഇവൻ. 7-8 മീറ്റർ പൊക്കം, 100 സെൻറ്റിമീറ്റർ ചുറ്റളവും. പൂ കണ്ടോ? ഇളം പ്രായത്തിലേതുപോലെയുള്ള വെളുപ്പല്ല. മധ്യപ്രായത്തിലെ ഓറഞ്ചും കഴിഞ്ഞ് തനി ചുവപ്പ് നിറമായി, സമ്പൂർണനായി. എൻ്റെ സാറേ, ചന്ദനത്തിലെ ഗുരുവായൂർ കേശവനായിവൻ. അവൻ എഴുന്നേറ്റ് നാടകീയമായി മരത്തെ തൊഴുതിട്ട് പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഗുരുവായൂർ ദേവസത്തിൽ ചെന്ന് ഉരഞ്ഞു തീരാനോ കള്ളമില്ലിൽ അമർന്ന് എണ്ണയാകാനോ അല്ല അങ്ങയുടെ വിധി. ഷാങ്ങായിലെ കോടീശ്വരന്മാരുടെ വസതികളിലോ പ്രശസ്തമായ ബുദ്ധവിഹാരങ്ങളിലോ സമ്പൂർണ്ണ ബുദ്ധവിഗ്രഹങ്ങളായി ഒരു 10,000 കൊല്ലം വിരാജിക്കാനാണ്. ഭാസ്കരൻ സാർ ഇടപെട്ടു. ഇതിൻ്റെ വിധി മലമടക്കിലെ ടി ഭാസ്കരൻ്റെ ചിതയിൽ എരിഞ്ഞടങ്ങാനാ. അതിനപ്പുറം ഒരു മഹിമയും ഇതിനു വേണ്ട. എൻ്റെ സംശയങ്ങളൊക്കെ തീർത്തു തന്നതിന് നന്ദി മോഹന. മനസ്സിലായി. വിലായത്ത് ബുദ്ധയിൽ എരിഞ്ഞും മണക്കാനുള്ള മഹാഭാഗ്യമാ തീട്ടം ഭാസ്കരന് കിട്ടിയിരിക്കുന്നത്. നാട്ടുകാരായ ദുഷ്ടപരിശകളെ കൊണ്ട് എനിക്ക് പറയിക്കണം. ഇനി നീ പോ മോഹന. ഇതിന്മേലുള്ള നിന്റെ ആശയും ഇവിടെ വെച്ച് തന്നെ വെട്ടി നശിപ്പിച്ചേക്കണം. മോഹനൻ പറഞ്ഞു. മുതലിൻ്റെ മുഴുപ്പ് വീട്ടുകാരൻ അറിയട്ടെ എന്ന് ഏതെങ്കിലും കച്ചവടക്കാരൻ കരുതുമോ? ഞാനായതുകൊണ്ടല്ലേ ഇതിവിടെ വന്ന് വർണ്ണിക്കുന്നത്. ഞാൻ ഇതിൻ്റെ യശസ് നിലനിർത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ എൻ്റെ മുതലിൻ്റെ യശസ് നീ കൂട്ടണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം, സാർ അറുത്തുമുറിച്ചു പറഞ്ഞു. മോഹനൻ പറഞ്ഞു, ദാ ഇപ്പോൾ തീരുമാനം. ഒരു 3 റുപ്പീസ് ഞാൻ പറയുന്നു. ഒരു വീട്ടുവളപ്പിലെ ചന്ദനത്തിന് പറയുന്ന ഏറ്റവും മോഹവില 3 lakhs. എനിക്കൊരു 2 രൂപ കിട്ടും, അത് മതി. നിനക്ക് 5 പൈസ കിട്ടുകയില്ല, സാർ പറഞ്ഞു. മോഹനൻ്റെ ചിരി വറ്റി. അവൻ കൊമ്പൻ മീശയിലൊന്ന് തടവിയിട്ട് പറഞ്ഞു, ശരി, എന്നായിക്കോട്ടെ. പക്ഷേ ഡാ അനി, വല്ലവനും കൊണ്ടുപോയാൽ പിന്നെ മോഹനന അടിച്ചോണ്ട് പോയേ എന്ന് മാത്രം പറയരുത്. സാർ ചോദിച്ചു. എന്നുവെച്ചാൽ പിന്നെ തന്നില്ലേ നീ കട്ടുകൊണ്ട് പോകുമെന്നാണോ?
എൻ്റെ സാറേ, ഞാൻ കള്ളനല്ല, അതൊരു തെറ്റിദ്ധാരണയാ. മോഹനൻ ഭവ്യതയോടെ തുടർന്നു. ഞാൻ കക്കുന്നതേ വീട്ടുകാർ പറഞ്ഞിട്ടാ. ഉദാഹരണത്തിന് ഇപ്പം സാറി മരം എനിക്ക് തരുന്നു. ഇല്ല, തരുന്നില്ല, ഭാസ്കരൻ പറഞ്ഞു. ഭാവനയാ തരുന്നെന്ന് വച്ചോ. ഇല്ല, ഭാവനയിലും നിനക്ക് ഞാൻ തരുന്നില്ല, ഭാസ്കരൻ സർ കട്ടായം പറഞ്ഞു. മോഹനൻ പറഞ്ഞു, സാധാരണ ഞാൻ ചെയ്യുന്ന കാര്യം പറയുക. സാധാരണ നീ ചെയ്യുന്ന കാര്യം എൻ്റെ അടുത്ത് പറയണ്ട. സാറിന് ദേഷ്യം വന്നു. അനി പറഞ്ഞു, അവൻ പറഞ്ഞിട്ട് പോട്ടച്ച, നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. അത്രയേ ഉള്ളൂ, മോഹൻ തുടർന്നു. ഇപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്നത് മോഷണമൊന്നുമല്ല, സ്വയംഭൻ ഏർപ്പാടാ. അതായത് ചന്ദനം നിൽക്കുന്ന പുരയിടത്തിലെ വീട്ടുകാർക്ക് ഒരു ടാക്സി വിളിച്ചു കൊടുക്കും. വല്ല പഴനിയിലോ ഉദുമൽപേട്ടയ്ക്കോ കൊടൈക്കനാലോ എങ്ങോട്ടെന്ന് വെച്ചാൽ പൊയ്ക്കോളാൻ പറയും. ടാക്സിയുടെ കാശ് ഞാൻ തന്നെ കൊടുക്കും. വീട്ടുകാർക്ക് ഒരു സുഖവാസം, ഒരു മനസുഖം. പിന്നെ എന്നതാ, തിരിച്ചു വരുമ്പോൾ വീട്ടുമുറ്റത്ത് ചന്ദനം കാണുകയില്ല. ഞാൻ ഇസ്കി കൊണ്ട് പോയിരിക്കും. ഇനി നൈസായിട്ട് വീട്ടുകാർ ചെയ്യേണ്ടത് മറയൂരിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി എഴുതി കൊടുക്കണം. എൻ്റെ ചന്ദനം മോഷണം പോയെന്ന് പറഞ്ഞ്. പരാതിയുടെ മാതൃകയും ഞാൻ തന്നെ കൊടുക്കും. അത് പകർത്തി അടിയിലൊരു ഷൂവും വരച്ച് അങ്ങ് കൊടുത്തേക്കണം. കേസ് അവിടെ കിടക്കും. പോലീസുകാരെ ഞാൻ തന്നെ ചെന്ന് കെട്ടും. ചന്ദനം വിറ്റ് കിട്ടുന്നതിൻ്റെ പാതി വീട്ടുകാർക്ക് കൊടുക്കും. ബാക്കി ഞാനടിക്കും. ഓർക്കണം, 2002 മുതൽ ചന്ദനം വീട്ടുകാർ വെട്ടിക്കൂടാ. നിയമം വന്നേ പിന്നെ ഫോറസ്റ്റിന് ചന്ദനത്തിൽ അധികാരം. 10 പൈസ പുരയിടക്കാരന് കിട്ടില്ല. മലയപ്പുലയൻ നട്ടുനനച്ചു വളർത്തിയൊരു വാഴക്കൊല ജന്മി വന്ന് വെട്ടിക്കൊണ്ടുപോയ പഴയൊരു കഥ കേട്ടിട്ടില്ലേ? സാറല്ലേ ഞങ്ങളെ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത്? അതുപോലാ ഇത്. പക്ഷേ മോഹനൻ ഇടപെട്ടാൽ വീട്ടുകാരന് കാശ് കിട്ടും. ലാഭമോ നഷ്ടമോ? സാറ് പറഞ്ഞു, നഷ്ടം. കാരണം 2002 ഫോറസ്റ്റിൻ്റെ നിയമം മലയടക്കിലെ ടി ഭാസ്കരനെ ബാധിക്കുകയില്ല. അതെന്താ? ഇത്തവണ മോഹനന് പ്രതിരോധത്തിലാണല്ലോ. മോഹനാ, നിനക്കറിയുകയില്ലേ ഭാസ്കരനെ? ഒന്ന് വെയിറ്റ് ചെയ്യെന്ന് പറഞ്ഞ് സാർ എഴുന്നേറ്റു അകത്തേക്ക് പോയി. ഒരു കടലാസും എടുത്ത് പുറത്തേക്ക് വന്നു. അത് അനിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, കോടതി വിധിയാ, നിൻ്റെയും കൂടി അറിവിലേക്കാ. രഹസ്യമായി വെച്ചിരുന്നതാ, ഉറക്കെ വായിക്കേ. അനി വായിച്ചു തുടങ്ങി. ഈ കേസിൽ ഹർജിക്കാരൻ ഒരു വിചിത്രമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത്. അതായത്, കാലുതെറ്റി താൻ ഒരു മാലിന്യക്കുഴിയിൽ വീണതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹർജിക്കാരനെ തീട്ടം എന്ന് ഇരട്ടപ്പേരിലാണ് ജനം അഭിസംബോധന ചെയ്യുന്നത്. ഒടുക്കം തൻ്റെ മരണത്തിലെങ്കിലും തൻ്റെ നാറിയ ഇരട്ടപ്പേരിൽ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കണമെന്നതാണ് ഹർജിക്കാരൻ്റെ ആവശ്യം. അതിനായി തൻ്റെ വീട്ടുമുറ്റത്ത് നിലനിൽക്കുന്ന ചന്ദനമരം തൻ്റെ സംസ്കാരാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാണ് അപേക്ഷ. അതുവഴിയെങ്കിലും സമൂഹത്തിന് തന്നെ മണക്കണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇതിൻ്റെ യുക്തിയെക്കുറിച്ച് കോടതി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സമൂഹം മൂലം അപമാനിതനായ ഒരു വ്യക്തിയുടെ വളരെ വൈകാരികവും അപൂർവവുമായ അപേക്ഷയായിരുന്നു അത് എന്ന് കോടതി മനസ്സിലാക്കുന്നു. ഹർജിക്കാരൻ്റെ ആവശ്യത്തിന്മേൽ മറയൂർ DFOയോട് കോടതി അഭിപ്രായം ആരാഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ വനം വകുപ്പിന് എതിർപ്പൊന്നുമില്ല എന്ന് DFO അറിയിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയെ നിരന്തരമായി അപമാനപ്പെടുത്തുന്നതിൽ സമൂഹം കാണിക്കുന്ന പ്രതിലോഭകരമായ അവസ്ഥ കണക്കിലെടുത്ത് അതിലെ അസ്വസ്ഥത കൂടി രേഖപ്പെടുത്തി കോടതി ഹർജിക്കാരന് തൻ്റെ പട്ടയഭൂമിയിൽ നിലനിൽക്കുന്ന മേൽപ്പറഞ്ഞ ചന്ദനമരം സ്വന്തം സംസ്കാരാവശ്യത്തിന് ഉപയോഗിക്കാൻ അനുവദിച്ചു നൽകുന്നു. ഭാസ്കരന്റെ മരണശേഷം ഫോറസ്റ്റ് ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ മാത്രം മരം വെട്ടി ടിയാന്റെ സംസ്കാരം നടത്തണമെന്ന് കോടതി ഉത്തരവിടുന്നു. അന്തം വിട്ടു നിൽക്കുന്ന മോഹനനെ നോക്കി അയാൾ പറഞ്ഞു, വെറും തീട്ടമല്ലടാ ടിയാൻ എന്ന് നിനക്ക് മനസ്സിലായില്ലേ? ടിയാൻ എന്നു വെച്ചാൽ ടി ഭാസ്കരൻ. പിന്നെ അയാൾ മുണ്ടുമടക്കി കുത്തിയിട്ട് മോഹനന്റെ അടുത്തേക്ക് ചെന്നിട്ട് പതിയെ പറഞ്ഞു, ഇനി എൻ്റെ ചന്ദനത്തിൽ തൊടുന്നവനെ തട്ടാനുള്ള ലൈസൻസ് കൂടിയായത്. സ്വയരക്ഷ. ഈ കടലാസിൻ്റെ ബലത്തി കൊലക്കുറ്റം. ഞാനത് കോടതി വായിച്ച് ജയിച്ചോളാം. മുണ്ട് മടക്കി കുത്തി അയാൾ വീടിനുള്ളിലേക്ക് നടന്നു. മോഹനൻ ഒന്ന് പകച്ചു. ഭഗവാനെ, അവൻ ചന്ദനമരത്തി നോക്കി തൊഴുതിട്ട് പറഞ്ഞു, ചൈനയിലേക്ക് അങ്ങേക്ക് പോകണ്ടെങ്കിൽ വേണ്ട, പട്ടട മതിയെങ്കിൽ അങ്ങനെ. പക്ഷേ ഇങ്ങനെ ഹിംസ പറയുന്ന ഒരാളുടെ വീട്ടിൽ നിൽക്കണോ? അഹിംസയുടെ പൊരുളല്ലേ നീ? അവിടുന്ന് തന്നെ ഒരു തീരുമാനമെടുക്ക്. ഏതിനും മോഹനൻ ഈ മറയൂര് തന്നെയുണ്ട്. പടിക്കൽ നിന്ന് ഭാസ്കരൻ വിളിച്ചു പറഞ്ഞു, അത് മരമല്ല, ഭാസ്കരനാ തീരുമാനിക്കുന്നത്. പിത്തലാട്ടം എൻ്റെ അടുത്ത് വേണ്ട, സ്ഥലം വിട്. ഓ എന്ന് പറഞ്ഞുകൊണ്ട് മോഹനൻ ഇറങ്ങി. എൻ്റെ അടുത്താ നിൻ്റെ നമ്പർ എന്ന മട്ടിൽ സാർ അവൻ്റെ യാത്ര നോക്കി നിന്നു. അനി പറഞ്ഞു, അച്ഛാ, ഇത് അപകടമാ, ചുമ്മാതെ വാശിയുണ്ടാക്കരുത്. ഭാസ്കരൻ പറഞ്ഞു, എൻ്റെ പുരയിടത്തിലാ ഭാസ്കരനും അയാളുടെ ചന്ദനവും നിൽക്കുന്നത്. വാശി കൂട്ടുന്നതാരാ? അവിടെയും ഭാസ്കരൻ നിർത്തിയില്ല. വൈകിട്ട് ബാങ്കിൽ നിന്നും മടങ്ങിയെത്തിയ മകൻ അനി കണ്ട കാഴ്ച. തന്ത ഒരു ചെറിയ ഏണിചാരി മുറ്റത്തെ കിണറ്റിൻ്റെ ആൾമറയിലെ മുകളിൽ കയറിയിരിക്കുന്നു. അവൻ്റെ നല്ല ഉയരെരിഞ്ഞുപോയി.
അവൻ ആദിയോടെ വിളിച്ചു, അച്ഛാ. ഭാസ്കരൻ തിരിഞ്ഞ് പുച്ഛത്തോടെ അവനെ നോക്കി. എന്നിട്ട് കിണറിനുള്ളിലേക്ക് നോക്കി പറഞ്ഞു, അവിടെ ആ പടർപ്പിൻ്റെ ഇടയിൽ. കിണറിലേക്ക് നോക്കിയപ്പോൾ ആദിവാസിക്കുടിയിൽ നിന്നും അച്ഛൻ സഹായത്തിനായി വിളിക്കുന്ന ചിക്കിലി എന്ന പയ്യൻ. അവൻ ചെങ്കല്ലിൻ്റെ ഇടിഞ്ഞുകിടക്കുന്ന പടവുകൾക്കിടയിലൂടെ കാടും പടലും വലിച്ചു മാറ്റുന്നു. അതിൻ്റെ പോടിൽ നിന്നും പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന എന്തോ ഭാരമുള്ള സാധനം എടുത്ത് പുറത്ത് കൊണ്ടുവന്നു. പിന്നെയും ഇറങ്ങി മറ്റൊന്നുകൂടി കൊണ്ടുവന്നു. ഭാസ്കരൻ പ്ലാസ്റ്റിക് ശ്രദ്ധാപൂർവം അഴിച്ചു. ഒരു തോക്ക്. അയാൾ പറഞ്ഞു, ഇത് ചെറുമൃഗങ്ങൾക്കുള്ളത്. ഒരു താക്കീത്. രണ്ടാമത്തെ വലിയ കുഴലെടുത്തിട്ട് പറഞ്ഞു, ഇത് കാട്ടിയെ കാച്ചുന്ന ഇനം. 3-4 ചെറുപ്പത്തിൽ ഞാൻ കൊമ്പ് കുത്തിച്ചിട്ടുള്ളതാ. പിന്നെ മാനോ മര്യാദ നോക്കി കഴിഞ്ഞതാ, സമ്മതിക്കുകയില്ല. തോക്കെടുത്തതിന് തൃപ്തനായിട്ട് ഭാസ്കരൻ ചിക്കിലിയോട് പറഞ്ഞു, ഉഗ്രൻ ഉരുക്ക, തുരുമ്പിക്കുകയില്ല. വലിയ കൊല്ലൻ അന്തപ്പായി കണിശം വരുത്തിയതാ. പിന്നെ അനിയെ നോക്കി പറഞ്ഞു, ഒരു കൊല്ലം മൂത്തു പഠിച്ചതാണേലും നിന്റെ കൂട്ടുകാരനാണല്ലോ. പറഞ്ഞേര്, കുഴലിന് മൃഗമായാലും മനുഷ്യനായാലും ഒരുപോലെയാണെന്ന്. നീയാണെങ്കിലും മൂത്രമൊഴിക്കാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടിറങ്ങണം. എനിക്ക് രാത്രി കണ്ണ് ശരിക്കും പിടിക്കുകയില്ല. ഇനി എനിക്ക് എന്തോന്നടാ ഇമേജ്. തീട്ടത്തിൽ കിടന്നപ്പോൾ ഉണ്ടായതിൻ്റെ പാതിക്ക് പാതിയില്ല. ആളെ തട്ടിയാലും നാണക്കേട് ഇല്ലേലും. മനസ്സിലായോ? അന്നേ ദിവസം രാത്രി ചെമ്പകത്തിൻ്റെ വീട്. അത്താഴം കഴിഞ്ഞ് മോഹനൻ ചൈതന്യത്തിൻ്റെ മടിയിൽ തലവെച്ച് വിശ്രമിക്കുകയായിരുന്നു. തൊട്ടടുത്ത മുറിയിൽ അവർ പറയുന്നതും കേട്ട് ചെവി കൂർപ്പിച്ച് മുടിയും കോതിയിരിക്കുകയായിരുന്നു ചെമ്പകം. ചൈതന്യത്തിൻ്റെ നീണ്ട മൂക്കിൽ പിടിച്ചിട്ട് മോഹനൻ പറഞ്ഞു, കറുത്ത കണ്ണാടി ഗ്ലാസ് കഴുകി കമിഴ്ത്തി വെച്ചതുപോലെയുള്ള ആട്ടുമല. പള്ളിക്കൂടത്തി പഠിക്കുമ്പോൾ മുതലുള്ള ആശയ. അതിൽ നിന്നെയും കൊണ്ട് കയറണമെന്ന്. മുകളിൽ നമ്മൾ മാത്രമേ കാണാവൂ. അതത്ര വലിയ ആശയാണോ? ചൈതന്യം ചോദിച്ചു. അന്ന് അല്ല, മോഹനൻ പറഞ്ഞു. ഇപ്പോൾ ആണ്. ബ്രിട്ടീഷുകാർ പോലും പാറക്കെട്ട് കാരണം ഉപേക്ഷിച്ച വഴിയാ മോഹനൻ തെളിക്കുന്നത്. വണ്ടിയുടെ മുന്നിൽ നിന്നെ ഇരുത്തി ഞാൻ എൻ്റെ വാൽമാക്രിയെ ആകാശത്തേക്ക് പറപ്പിക്കും. ആദ്യം ഒറ്റയ്ക്ക് ഞാനൊന്ന് കയറട്ടെ. അങ്ങനെ 5-6 തവണ കയറി സെറ്റായ പിന്നെ നമുക്ക് പറക്കാം. അത്രയും ധൈര്യമില്ലാത്തവളല്ല ഞാൻ. നിന്നെ കുരുതിക്ക് കൊടുത്തിട്ട് എനിക്ക് രാജ്ഞിയാകേണ്ട. നാളെ നമ്മൾ ഒരുമിച്ച് കയറും. മുൻഭാരത്തിനും ടയറിൻ്റെ ബാലൻസിനും ഒരാൾ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇത് രണ്ടിനും എന്നെപ്പോലെ പറ്റിയ വേറെ ഉരുപ്പടിയുണ്ടോടാ? അവൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു. ഈ നേരം വരാന്തയിൽ ഭാസ്കരൻ സാറിൻ്റെ അടുത്തിരുന്ന് ബാബു ആ സാഹസികതയുടെ വിശദാംശം ബോധിപ്പിക്കുകയായിരുന്നു. എൻ്റെ സാറേ, മറയൂറിൻ്റെ അപ്പുറം തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയാ. അതിൻ്റെ വാലില ഈ ആട്ടുമല. ഈ മോഹനനെ നിസ്സാരക്കാരനായിട്ട് കാണരുത്. ആള് ഭയങ്കരനാ. അവനാദ്യം പഞ്ചായത്ത് രേഖയിൽ കയറി ആട്ടുമലയുടെ പേര് വെട്ടി ചൈതന്യമല എന്നു തിരുത്തി. ചൈതന്യമല എന്നൊരു പുതിയൊരു തമിഴ് ബോർഡ് മലയുടെ കീഴേ നാട്ടി. എന്നതാ ഈ ചൈതന്യമല? ഭാസ്കരൻ ചോദിച്ചു. ബെസ്റ്റ്. സാറിന് ഇതുവരെ മനസ്സിലായില്ലേ? അത് ചോലക്കിലെ ചെമ്പകത്തിൻ്റെ മകൾ ചൈതന്യത്തിൻ്റെ പേരാണ്. ആട്ടുമല അവളുടെ പേരിലാക്കി മാറ്റിയെടുക്കുകയാണ് ആ ഭയങ്കരൻ. അത് എന്തിനാണെന്ന അർത്ഥത്തിൽ ഭാസ്കരൻ ബാബുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ബാബു പറഞ്ഞു, എന്നതിനെന്ന് വെച്ചാൽ ചൈതന്യത്തിൻ്റെ പേരുദോഷം മാറ്റാനാ. സാറ് പേരുദോഷം മാറ്റാൻ ചന്ദനത്തീ കിടന്ന് എരിയാൻ നോക്കുമ്പോൾ അവൻ അവളെ ചത്തതിനു ശേഷം മലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ നോക്കുകയാ. അതിനുള്ള മുന്നോടിയാ മലയ്ക്ക് അവളുടെ പേര് കൊടുക്കുന്നത്, ചൈതന്യമല. മനസ്സിലാകാത്ത മട്ടിൽ ഭാസ്കരൻ വീണ്ടും ബാബുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കണ്ണിലെ അസൂയ കണ്ടപ്പോൾ പറഞ്ഞത് ഏറ്റെന്ന് ബാബുവിന് മനസ്സിലായി. അന്നേരം ചോലക്കലെ ചെമ്പകത്തിൻ്റെ വീടിനകത്ത് മോഹനൻ്റെ സ്നേഹപ്രകടനങ്ങളിൽ വീർപ്പുമുട്ടുകയായിരുന്നു മകൾ ചൈതന്യം. അവളുടെ മുഖം തൻ്റെ നെഞ്ചിലേക്ക് കമിഴ്ത്തി അവളുടെ സമൃദ്ധമായ മുടി തടവിക്കൊണ്ട് മോഹനൻ പറഞ്ഞു, എടി, ഷാജഹാൻ താജ്മഹൽ പണിതു കൊടുത്തതിനേക്കാളും വലിയ സംഭവമായിരിക്കും ഇത്. അയാൾ എന്നതാ ചെയ്തത്? ഖജനാവിന്ന് നാട്ടുകാർ സമ്പാദിച്ചു കൊടുത്ത കാശെടുത്തിട്ടല്ലായിരുന്നോ നിർമ്മാണം? എന്നിട്ട് ചുമ്മാ കള്ളുടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നല്ലോ. ഞാൻ എങ്ങനെയാണോ? ഞാൻ എൻ്റെ ഉയരും കൊടുത്താ മല കയറാൻ പോകുന്നത്. ആ മലയുടെ പള്ള നിറയെ നനഞ്ഞ പാറയാ. അത് കൊത്തി നിരത്താൻ സാജുവിൻ്റെ ഒരു JCBയും തമിഴ്നാട് പഞ്ചായത്ത് ധനസഹായമായി തന്ന 1.5 ലക്ഷം രൂപയും ആകെ കയ്യിലുള്ളത്. താജ്മഹലൊക്കെ കുറേ കഴിഞ്ഞ് തകരും, ഈ മല തകരൂല. എത്ര കോടിക്കൊല്ലം കഴിഞ്ഞാലും ഇനി നീ ചോലക്കിലെ ചെമ്പകത്തിൻ്റെ നാറിയ ബാക്കിയാവില്ല. അന്നേരം ഭാസ്കരൻ സാറിൻ്റെ വീട്ടിൽ നിന്നും ഇത്ര കൂടി പറഞ്ഞ് ബാബു എഴുന്നേറ്റു. എൻ്റെ സാറേ, സാഹസികമായി ജീവിച്ചു പോരാടിയ പേരുദോഷം മാറ്റേണ്ടത്. സാറിൻ്റെ ചാക്കാലയ്ക്ക് വരുന്ന ജനം കുറച്ചു നേരം ചന്ദനത്തിൻ്റെ മണം പിടിച്ചിട്ട് പിന്നെ സാറിനെ മറ്റേ പേര് തന്നെ വിളിക്കുകയില്ലെന്ന് എന്താ ഉറപ്പ്? സാറിന് ദേഷ്യം വന്നു. അങ്ങേര് ബാബുവിനോട് പറഞ്ഞു, നീ കാര്യങ്ങൾ വിശദീകരിച്ചാൽ മതി, വ്യാഖ്യാനിക്കേണ്ട. ഒരു സന്ധ്യ നേരം ചിന്നാർ. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ചെക്ക് പോസ്റ്റിനിടയിൽ ഇടത്തേക്കൊരു ചെറിയ മൺ റോഡുണ്ട്. JCB ഉടമ സാജുവിൻ്റെ ജീപ്പ് അതിലെ പൊടി പറത്തി പാഞ്ഞു. 2 കിലോമീറ്റർ ചുരുളിപ്പെട്ടി കിടന്നു. ദൂരെ ഇരുമ്പ് പാത്രം കമിഴ്ത്തിയതുപോലെ ആട്ടുമല തെളിഞ്ഞു.
ഒരു ഭാഗം മുഴുവൻ പാറയായും മറുഭാഗം മുഴുവനും കാടായും കാണപ്പെടുന്ന പ്രദേശത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള മല. നിലവിൽ അതിലേക്ക് കാൽഭാഗം വരെ ചുറ്റിക്കയറാം. അവിടെ വിശാലമായ മൈതാനം. പിന്നിൽ ഒരു കോവിൽ. കുമരൻ കാവെന്ന് പേര്. തൃശൂലമാണ് കാണിക്ക. 100 കണക്കിന് തൃശൂലങ്ങൾ ചുവന്ന പട്ടിൽ കുത്തി നിർത്തിയിട്ടുണ്ട്. കറുത്ത വാവ് ദിവസമാണ് ആഘോഷം. അന്ന് കാടുമേടുകളിൽ നിന്നും ഭക്തർ വരും. മോഹനൻ ആട്ടുമലയിലേക്ക് അടിച്ചുണ്ടാക്കിയ വഴിയിലൂടെ ആദ്യമായി ജീപ്പ് ഓടിച്ചു കയറ്റാൻ പോകുന്നത് നാളെ കറുത്തവാവ് ദിവസമാണ്. ചൈതന്യം അനുഗ്രഹത്തിനായി നാളെ അവിടെ ഭജനയിരിക്കുകയാണ്. വലിയ ഭക്തിയൊന്നുമില്ലെങ്കിലും നാളത്തെ പ്രത്യേകത മുന്നിൽ നിർത്തി മോഹനനും അടങ്ങിയൊതുങ്ങി കുറിയൊക്കെ തൊട്ട് പരിസരത്ത് നിൽപ്പുണ്ട്. കരിമ്പാറയിൽ ദേവീ വിഗ്രഹം പോലെ ചൈതന്യം ഇരിക്കുന്നത് ദൂരെ നിന്നും സാജു കണ്ടു. ഒരു കാൽ മടക്കി മറ്റേ തുടയിൽ എടുത്തു വെച്ച് നെഞ്ചു വിരിച്ചുള്ള ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ അവൻ്റെ ചങ്കൊന്ന് ആളി. നാളെ കഴിഞ്ഞാൽ ഇവളെ ഇതുപോലെ കാണാനാകുമോ? അവൻ ജീപ്പിൽ നിന്നിറങ്ങി അവൾക്കരികിലേക്ക് നടക്കവേ കോടമഞ്ഞ് ഉരുണ്ട കയറി വന്ന് പ്രദേശമാകെ മൂടി. പെട്ടെന്ന് പുറകിൽ അത്ഭുതം പോലെ പ്രകാശം തെളിഞ്ഞു. സാജു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കോവിലിലെ വിളക്കുകല്ലിൽ എണ്ണയിട്ട് തിരികത്തിച്ച് കടന്നുവരുന്നു മോഹനൻ. അവൻ്റെ കയ്യിൽ നിന്നും തിരി വാങ്ങി ചൈതന്യം സാജു വന്ന ജീപ്പിനെ ഒഴിഞ്ഞു. അതിലാണ് നാളെ അവൾക്കും മോഹനനും ആട്ടുമലയുടെ മുകളിലേക്ക് യാത്രയാകാനുള്ളത്. സാജു പറഞ്ഞു, വണ്ടി പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. ചവിട്ടിയാൽ ചവിട്ടിയെടുത്ത് നിൽക്കും. വീലൊക്കെ പെർഫെക്റ്റ് ബാലൻസിലാ. മോഹനൻ സാജുവിനോട് പറഞ്ഞു, താക്കോലിങ്ങിത്താ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം, നീ ഇവിടെ ഇരി. വിളക്കിൻ്റെ സ്വർണ്ണവെട്ടത്തിൽ ചൈതന്യത്തിൻ്റെ നെഞ്ച് താളമിട്ട് ഉയർന്ന് താഴുന്നതും ശ്രദ്ധിച്ച് സാജു കുറച്ചു നേരമിരുന്നു. ആവേശമൊക്കെ ഒന്ന് അടങ്ങിയപ്പോൾ അവൻ തഞ്ചത്തിൽ സംസാരിച്ചു തുടങ്ങി. എടി, ഇങ്ങനൊരു പണി എൻ്റെ JCB എടുത്തിട്ടില്ല. പാറയിലിട്ട് മാന്തിപ്പൊളിച്ച് അതിൻ്റെ വിരൽ 2 അറ്റുപോയത്. താഴേക്കിറക്കി വിരൽ വെച്ച് 3 തവണയാണ് കയറ്റിയത്. പിന്നെ അതിൻ്റെ പെഡലിയുടെ നട്ടിളകി കൊക്കയിലേക്ക് പോയി. സ്പെയർ പാർട്സ് കിട്ടണേൽ കോതമംഗലത്തേക്ക് പോകണം. അതും നടത്തി. ഇനി മുകളറ്റത്തെ കുറച്ച് പണി. അത് ഞാൻ നാളെ കാലത്ത് തീർക്കും. പക്ഷേ അറിയാമല്ലോ നിനക്ക്. ചൈതന്യം കൈ കിടന്നിരുന്ന വള ഊരി അവൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നാളെ കഴിഞ്ഞ് കണക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിലോ? എടി, സാജു അത് പ്രതീക്ഷിച്ചില്ല. ഇതെന്നല്ല, ഒരു കടവും ബാക്കി കിടക്കരുത്. മോഹനനും അതിനാ പോയത്. ആ സാറിൻ്റെ മനസ്സ് വിഷമിച്ചു കിടന്ന കയറ്റം ശരിയാവുകയില്ല പോലും. എനിക്കത്രയൊന്നും പിടിച്ചില്ല, പോയിട്ട് വരട്ടെ എന്ന് കരുതി. ഏത് സാറ്? നമ്മുടെ ഭാസ്കരൻ സാറില്ലേ, തീട്ടം. മോഹനൻ അന്നേരം കേരളത്തിലേക്കുള്ള ചിന്നാർ ചെക്ക് പോസ്റ്റിൽ വണ്ടി ചവിട്ടി. പരിചയമുള്ള മുഖം കണ്ട് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥൻ തടസ്സമുയർത്തിക്കൊടുത്തു. അതിനിടയിൽ അയാളുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ വശത്ത് കമ്പിയിൽ കുരുങ്ങിയ ഒരു കുട്ടിക്കുരങ്ങിനെ കഴുത്തിൽ പിടിച്ച് നെറ്റിയിലൊന്ന് തടവി അവൻ താഴേക്ക് വെച്ചു. പിന്നെ അവൻ വണ്ടി പറത്തിവിട്ടു. വീട്ടിലെത്തി ജീപ്പിൽ നിന്നും ഇറങ്ങി തൻ്റെ ബുള്ളറ്റിൽ കയറി. സാറ് കയറുകെട്ടിലെടുത്ത് ചന്ദനത്തിൻ്റെ ചുവട്ടിലിട്ട് കയ്യിൽ ഇരട്ടക്കുഴലുള്ള തോക്കുമായി ഉറങ്ങാതെ കാത്തുകിടക്കുകയായിരുന്നു. ടെറസിന് മുകളിൽ ചെറിയ തോക്ക് കൊടുത്ത് ചിക്കിലിയെ കാവലിനിരുത്തിയിട്ടുണ്ട്. കുറച്ചുനേരം കഴിഞ്ഞു കാണും. ദൂരെ കുന്നിനു മുകളിൽ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ കുടുകുടാ ശബ്ദം. കരിയിലകൾ അനക്കമില്ലാതെ പറന്ന് വീട്ടുമുറ്റത്തേക്ക് വീഴുന്നു. ചിക്കിലി സാറിനെ ചൂളം വിളിച്ചുണർത്തി. ഭാസ്കരൻ സാർ മുകളിലേക്ക് നോക്കുമ്പോൾ ടെറസിൽ നിന്നും തല വെളിയിലേക്കിട്ട് പേടിയോടെ ചിക്കിലി ദൂരേക്ക് കൈ ചൂണ്ടുന്നു. ടെറസിനു പിന്നിലെ കൂറ്റൻ പ്ലാവിൻ്റെ ഇലകളിലേക്ക് വന്നു വീഴുന്ന വെളിച്ചം. ഒരു മോട്ടോർ സൈക്കിൾ പാഞ്ഞു വന്നു. മലയുടെ തുഞ്ചത്ത് വെച്ച് ആരോ ചവിട്ടി നിർത്തി. സൈഡ് സ്റ്റാൻഡിട്ടു. വീലിൻ്റെ കഴുത്ത് ഇടത്തേക്ക് ചരിഞ്ഞു വീഴുന്നു. ടിക് എന്ന ശബ്ദം കേട്ടു. പിന്നെ മുഴുവൻ നിശബ്ദതയായിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ആൾ പിന്നെ എങ്ങോട്ട് പോയി? ഭാസ്കരൻ വേഗം തോക്കുമെടുത്ത് ടെറസിലേക്കെത്തി. ആരോ ചന്ദനത്തിൻ്റെ കൊമ്പിൽ പിടിച്ചിട്ടുണ്ട്. ഇല പൊട്ടിക്കുന്നു. അനക്കമുണ്ട്. മൃഗമാണോ മനുഷ്യനാണോ എന്നൊന്നും സാറിന് മനസ്സിലായില്ല. പിന്നൊന്നും ആലോചിച്ചില്ല. ചെറിയ തോക്കു വാങ്ങി കാഞ്ചു വലിച്ചു. ആ എന്നൊരു അമർന്ന വിളി എവിടുന്നോ കേട്ടതുപോലെ തോന്നി. പെട്ടെന്നൊരു മനുഷ്യരൂപം മരച്ചില്ലകൾക്കിടയിൽ നിന്നും തെളിഞ്ഞു. ചിക്കിലി അങ്ങോട്ട് ടോർച്ചടിച്ചു. അയ്യോ, ചോര എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ ടോർച്ചിട്ടു. പെട്ടെന്ന് അവൻ ഏണിയിൽ പിടിച്ചിറങ്ങി എങ്ങോട്ടോ ഓടിപ്പോയി. ഡാ ചിക്കിലി എന്ന് സർ 2-3 തവണ വിളിച്ചു. ആ മനുഷ്യരൂപം മെല്ലെ പറഞ്ഞു, എന്നെ വെടിവെച്ചു ഇല്ലേ? ഭാസ്കരൻ ഞെട്ടി. മോഹനൻ്റെ ശബ്ദം. എനിക്കിത് കിട്ടണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് കുന്നു കയറണമെന്ന് വിചാരിച്ചിട്ടാ രാത്രിക്ക് രാത്രി വന്നത്. ശരി, ഇപ്പോൾ പോകുന്നു. നാളെ കുന്നു കയറിയേ പറ്റൂ. അതുവരെ 2 ബുള്ളറ്റും അവിടെ തന്നെ ഇരിക്കട്ടെ സാറേ. എൻ്റെ തോളിലെ ബുള്ളറ്റും പിന്നെ സാറിൻ്റെ കണ്ണുവെട്ടത്തെ ഈ എൻഫീൽഡ് ബുള്ളറ്റും 2ഉം ഞാൻ എടുക്കും. പക്ഷേ ആദ്യം ഈ ചന്ദനം നിന്നിടത്തിൽ നിന്നും അപ്രത്യക്ഷമായിട്ട്. മോഹനൻ തിരിഞ്ഞു നടന്നുപോയി. കുന്നിനു മുകളിൽ പിന്നെ അനക്കമൊന്നും ഉണ്ടായില്ല. കുറച്ചു നേരം തോക്കു ചൂണ്ടി ഭാസ്കരൻ അങ്ങനെ തന്നെ ഇരുന്നു. ടെറസിലേക്കുള്ള ഏണിയിൽ കുനിഞ്ഞു നോക്കി. അവൻ കയറി വരുന്നുണ്ടോ? ഭയം കൂടിയപ്പോൾ 2ഉം കൽപ്പിച്ച് താഴേക്കിറങ്ങി.
മകൻ അനിയെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ദാ അവനെ ഞാൻ വെടിവെച്ചു. ആരെ? മോഹനനെ. ദൈവമേ! അനി സ്വന്തം നെറ്റിയിൽ കൈപ്പത്തി കൊണ്ടടിപ്പിച്ച് നിരാശനായി വരാന്തയിൽ ചെന്നിരുന്നു. പേടിച്ച് ഭാസ്കരൻ അകത്ത് കയറി കിടന്നു. പുലർച്ചെ വെട്ടം വന്നപ്പോഴ അറിയാതൊന്ന് മയങ്ങിപ്പോയത്. എന്തോ ബഹളം കേട്ടാണ് ഉണർന്നത്. മണി 8:15 കഴിഞ്ഞിരുന്നു. മുന്നിൽ ബാബു നിൽക്കുന്നു. അവൻ കിടുകിട വിറയ്ക്കുന്നുണ്ട്. സാറ് കുന്നിന് മുകളിലേക്ക് നോക്കി. ബുള്ളറ്റ് അവിടെ തന്നെയുണ്ട്. രാത്രിയിലെ മഞ്ഞ് അലിഞ്ഞ് അതിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്നും വെള്ളമൊലിക്കുന്നു. അതിലെ കറുത്ത പൊട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു കണ്ണിൽ നോക്കുന്നത് പോലെ, മുകളിൽ നിന്നും ആരോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ. ബാബു ശബ്ദമുയർത്തി പറഞ്ഞു, ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടു മോഹനനെ. തോളിൽ കട്ട പിടിച്ച ചോര. എന്നാലും സാറേ, എന്തു പണിയാ കാണിച്ചത്? പേടിയോടെ അനി അച്ഛനെ നോക്കി. ഭാസ്കരൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു, എവിടെ വെച്ച്? ബാബു തുടർന്നു, ഞാൻ രാവിലെ ഹെൽത്ത് ലാബിൽ ഷുഗർ ചെക്ക് ചെയ്യാൻ ചെന്നതാ. അപ്പോൾ വെളിയിലത്തെ ബെഞ്ചിൽ മോഹനനും ചൈതന്യവും. മഞ്ഞ കൈലി കീറി തോളിൽ കെട്ടിയിരിക്കുന്നു. അതിൽ ചോര കുതിർന്നിരിക്കുന്നു. മുറിവേറ്റ് മരിച്ചിരിക്കുന്നത് പോലെ അവൻ ബെഞ്ചിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ആളനക്കം കേട്ട് അവൻ മെല്ലെ കണ്ണു തുറന്നു. എന്നെ കണ്ടപ്പോൾ ചൈതന്യം കേട്ടാൽ അറയ്ക്കുന്ന മുട്ടനൊരു തെറി. എന്നിട്ട് പറയുകയാ, കിളവൻ ചെവിയിൽ നുള്ളിക്കോളാൻ പറയുന്നു. നേഴ്സ് വന്നപ്പോൾ മോഹനൻ പറഞ്ഞു, മുറിവായിൽ മരുന്ന് വെച്ച് തോളിൻ്റെ ചുറ്റുമായി നന്നായിട്ടൊന്ന് വലിച്ച് കെട്ടിത്തന്നാ മതിയെന്ന്. എടുക്കുന്നില്ല, അതവിടെ തന്നെ കുറച്ചു നേരം ഇരിക്കാനുള്ളതാ. ഭാസ്കരൻ പറഞ്ഞു, കുറേ നേരമൊന്നും അല്ല, അതവിടെ ഇരിക്കത്തേ ഉള്ളൂ. അച്ഛനൊന്നും മിണ്ടാതിരിക്കെ, അനി അലറി. പിന്നല്ലാതെ ഭാസ്കരൻ മുരണ്ടു. എൻ്റെ ചന്ദനം കൊണ്ടുപോയാലേ അവൻ്റെ 2 ബുള്ളറ്റും അവിടുന്ന് എടുക്കുകയുള്ളൂ എന്ന്. ആ വണ്ടി അവിടെ ഇരുന്ന് തുരുമ്പിക്കും, നിങ്ങൾ നോക്കിക്കോ. ബാബു പറഞ്ഞു, എൻ്റെ സാറേ, നിങ്ങൾക്ക് യുദ്ധത്തിനുള്ള പ്രായമല്ല. എങ്ങോട്ടെങ്കിലും മാറിക്കോ. കണ്ണും മൂക്കും ഇല്ലാത്തവനാ, അതാ നല്ലത്. അച്ഛനിത് എന്നാ പണിയാ കാണിച്ചത്? ദയനീയമായി അനി ചോദിച്ചു. ചന്ദനത്തെ തൊട്ടാ പിന്നെ ഞാനെന്തോ വേണം? ഭാസ്കരൻ നിഷ്കളങ്കനായി ചോദിച്ചു. അരമണിക്കൂർ കഴിഞ്ഞു കാണും. ഭദ്രകാളിയെപ്പോലെ മുടി അഴിച്ചിട്ട് കൊണ്ടുവന്ന സ്ത്രീ ഏതാണെന്ന് സാറിന് ആദ്യം മനസ്സിലായില്ല. പിന്നാലെ അവളെ തടഞ്ഞുകൊണ്ട് ചെമ്പകം വന്നപ്പോൾ മനസ്സിലായി, ചൈതന്യം. ചൈതന്യം പറഞ്ഞു, നിങ്ങളാണോ ഒരു വാദ്യാര്? അനുഗ്രഹം ചോദിച്ചു വന്നവനെ നിങ്ങൾ വെടിവെച്ചു അല്ലേ? സാറ് തിരിച്ചടിച്ചു. പിന്നെ ഇരുട്ടത്തല്ലേ അനുഗ്രഹം വാങ്ങിക്കാൻ വരുന്നത്? സാറ് കുന്നിൻ്റെ മണ്ടയിലേക്ക് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ആൾക്കാർ. അത് കണ്ട് സാറ് ഉറക്കെ പറഞ്ഞു, വണ്ടി തുടരുത്. ചന്ദനം ഇവിടെ നിന്നാ അതവിടെ ഇരിക്കണം. എൻ്റെ മുതലി തൊടാൻ വരട്ടെ, ആരായാലും ഞാൻ കാച്ചു. അനിയെ കണ്ട ദേഷ്യത്തോടെ ചൈതന്യം പറഞ്ഞു, നിന്റെ തന്തയോട് എനിക്ക് സഹതാപമുണ്ടായിരുന്നടാ. ഇപ്പം മനസ്സിലായടാ, ഇങ്ങേര് തീട്ടക്കുഴിയിൽ വീഴേണ്ട ആള് തന്നെയാണടാ. ഡീ, ചെമ്പകം തടഞ്ഞു. ചൈതന്യം അനിയോട് പറഞ്ഞു, ഡാ, ദോ മോഹനൻ വരുന്നുണ്ട്. ദേഹം നൊന്ത പുലിയാടാ അവൻ. നിന്റെ തന്തയെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോടാ. ഇല്ലേ ഇപ്പോൾ തന്നെ പട്ടട വിരിച്ച് എരിക്കേണ്ടി വരും. ഭാസ്കരൻ പറഞ്ഞു, നീ പോടി, ഞാൻ എരിഞ്ഞോളാം. പക്ഷേ അത് ചന്ദനത്തിൻ്റെ പട്ടട തന്നെയായിരിക്കും. അന്നേരം നാടകീയമായി ഒരു ജീപ്പ് ഓടി വന്ന് മുറ്റത്ത് കിണറിൻ്റെ മുന്നിൽ നിന്നു. അതീന്ന് ഉടുപ്പിടാതെ തോളിൽ കെട്ടിവെച്ച മുറിവുമായി ഡബിൾ മോഹനൻ പുറത്തിറങ്ങി. അവൻ കൊമ്പൻ മീശയൊന്നുകൂടി പിരിച്ച് ചുറ്റുമൊന്നു നോക്കി. ചൈതന്യം നെഞ്ചി കൈവച്ച് പറഞ്ഞു, ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയുകയില്ല പൊന്നു ഭഗവതി. സാറൊന്നു പകച്ചു. എങ്കിലും പുറത്ത് കാണിച്ചില്ല. അനി, അച്ഛാ അകത്ത് കയറ് എന്നൊക്കെ പറയുന്നുണ്ട്. കുലുങ്ങാതെ നിൽക്കുകയാണ് ഭാസ്കരൻ. മോഹനൻ നാടകീയമായി ഒരു സിഗരറ്റ് എടുത്തു കൊളുത്തി തീപ്പെട്ടിക്കുള്ളി ചന്ദനത്തിൻ്റെ കരിയില അടിച്ചുകൂട്ടിയിരിക്കുന്ന ഇടത്തേക്ക് തെറിപ്പിച്ചു. അതവിടെ കിടന്ന് പുകഞ്ഞു തുടങ്ങി. സർ തോക്കിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഗൗരവത്തിൽ നിന്നു. ഒരു കൈകൊണ്ട് കൈലി ബുദ്ധിമുട്ടി മടക്കി കുത്തിയിട്ട് മോഹനൻ മെല്ലെ മുന്നോട്ട് നടന്നു. ഭാസ്കരൻ കാട്ടുപോത്തിനെ അടിക്കുന്ന ഇരട്ടക്കുഴലിൻ്റെ കാഞ്ചിയിൽ വിരൽ വെച്ച് അത് ഉയർത്തി. അച്ഛാ, അതിങ്ങ് തന്നേ. അനി തോക്കിൽ കയറി പിടിച്ചു. അവനെ കുലുക്കി എടുത്തിട്ടെറിഞ്ഞിട്ട് ഭാസ്കരൻ അലറി, മാറി നിൽക്കടാ. കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ജനം ഏന്തി വലിഞ്ഞ് കാഴ്ച കിട്ടാനായി തിടുക്കം കൂട്ടി. മോഹനൻ മുകളിലേക്ക് നോക്കി ഒരലർച്ച. ആരടാ എൻ്റെ വണ്ടി തൊടുന്നത്? അതിൻ്റെ അടുത്തുതന്നെ നിന്ന ചിലർ ഞെട്ടി പുറകോട്ട് മാറി. ഭാസ്കരൻ മോഹനനെ നോക്കി ഒന്നുകൂടി ഉന്നം പിടിച്ചു. മോഹനൻ്റെ പിന്നാലെ നിന്നിരുന്ന 10-20 പേര് സാറിൻ്റെ തോക്കെങ്ങാനും ലക്ഷ്യം തെറ്റിയാലെന്ന പേടിയിൽ ദൂരെ ഒതുങ്ങി നിന്നു. മോഹനൻ മുന്നോട്ട് നടന്നപ്പോൾ ഭാസ്കരൻ തോക്ക് അവൻ്റെ നെഞ്ചത്തേക്ക് ചൂണ്ടി ഒരു കണ്ണടച്ച് ഉന്നം പിടിച്ചു. 2 വലി കൂടി ആഞ്ഞു വലിച്ചിട്ട് ബാക്കി വന്ന സിഗരറ്റ് മോഹൻ താഴെയിട്ട് ചവിട്ടി ഞെരിച്ചു. ചെമ്പകം പെട്ടെന്ന് കയറി ഇടയിൽ നിന്നിട്ട് മോഹനനോട് പറഞ്ഞു, ഡാ, സാറിനൊരു അബദ്ധം പറ്റിയതാടാ. അമ്മ ഇങ്ങോട്ട് മാറിക്കേ എന്ന് പറഞ്ഞ് ചൈതന്യം തള്ളയെ പിടിച്ചു മാറ്റി. മോഹനൻ മുന്നോട്ട് നടന്നു. സാറിൻ്റെ തോക്കിൻ്റെ കുഴലിൽ ഒരു കണ്ണടച്ചു വെച്ച് അകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കമ്പത്തെ ആണ്ടിയുടെ കടയിലെ തോട്ടയല്ലേ സാറേ? ആണ്ടിയുടെ. തുമ്പേ കാണാം. മോഹനൻ്റെ ശ്രദ്ധ മാറുന്നെന്ന് മനസ്സിലായി ചൈതന്യം മെല്ലെ വിതുമ്പിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു.
അവൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ആട്ടുമലയിലേക്ക് വളയം പിടിക്കേണ്ടിയിരുന്ന കയ്യ. അല്ലേ തന്നെ അങ്ങ് ചെന്നെത്തുമെന്ന് ഉറപ്പില്ലാതിരിക്കുമ്പോഴാ ഈ പരമദ്രോഹം. ഒരു മനുഷ്യൻ ചെയ്യുന്നതാണോ? പക്ഷേ മോഹനൻ ചൈതന്യത്തിൻ്റെ ആ സ്ക്രൂവിൽ വീണില്ല. പകരം തിരിഞ്ഞ് അവളുടെ കഴുത്തി കൂടി കൈ ചുറ്റി അവളുടെ കവിളിലൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ആട്ടുമലയിൽ കയറാൻ തീരുമാനിച്ചിട്ടുണ്ടേൽ മോഹനൻ കയറിയിരിക്കും. പിന്നെ ഇത് സാറിനൊരബദ്ധം പറ്റിയതായിരിക്കുമെടി. ഒന്നുകൂടെ ഉന്നം പിടിച്ചുകൊണ്ട് ഭാസ്കരൻ പറഞ്ഞു. എന്നാര് പറഞ്ഞു? ഞാൻ മനഃപൂർവ്വം തന്നെ. മോഹനൻ സാറിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അനി മോഹനൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോഹന വിട്ടേര് മോഹന. മോഹനൻ അപ്പോൾ സാറിൻ്റെ നേരെ നടക്കുന്നത് നിർത്തി. പിന്നെ വലത്തേക്ക് തിരിഞ്ഞ് മുറ്റത്തെ ചന്ദനത്തിനടുത്തേക്ക് എത്തി. മുണ്ടിൻ്റെ കുത്തഴിച്ചിട്ട് തൊഴുതു. പിന്നെ അതിനാടകീയതയോടെ പറഞ്ഞു, ബുദ്ധം ശരണം ഗച്ഛാമി. ഹേ വിലായത്ത് ബുദ്ധ, അങ്ങ് അഹിംസ പറഞ്ഞ ആളല്ലേ? ഞാൻ ഹിംസയ്ക്കില്ല. എൻ്റെ നേർക്ക് വെടിപൊട്ടിച്ച് ഹിംസ നടത്തിയ ഇദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് അങ്ങേക്ക് ഇനി നിൽക്കാനാവില്ല. വീണത് ചോരയാണ്. ഇത് ഈ ഭൂമിയിൽ വീണ നേരം തന്നെ അങ്ങ് മനസ്സുകൊണ്ട് ഷാങ്ങായിലേക്കുള്ള കപ്പൽ കയറാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവനിതെന്താ പറയുന്നതെന്ന അർത്ഥത്തിൽ ദേഷ്യത്തോടെയും അത്ഭുതത്തോടെയും ചൈതന്യം മോഹനനെ രൂക്ഷമായി നോക്കി. സാറാകട്ടെ ഇവൻ്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ ഒന്ന് പതറി. മോഹനൻ തുടർന്നു, യാത്രയ്ക്കുള്ള ദിവസം ഞാൻ വഴിയാംവണ്ണം അറിയിച്ചുകൊള്ളാം. ഞാൻ വന്ന് കൊണ്ടുപോകുന്നത് വരെ അങ്ങ് സമാധാനമായി ഇവിടെ നിന്നുകൊള്ളണം. ഇനി പുരയിടത്തിൻ്റെ ഉടമ ഇതിൽ കക്ഷിയേ അല്ല. ഇടപാട് നമ്മൾ തമ്മിൽ മാത്രം. നമ്മുടെ പാത അഹിംസയുടെ പാത. പിന്നെ മോഹനൻ തിരിഞ്ഞ് സാറിനോട് പറഞ്ഞു, ഭഗവാനും ഞാനുമായുള്ള സംസാരം കേട്ടല്ലോ. സാറിൻ്റെ 3 lakhs ഷൂഷു 60 സെൻറ്റിമീറ്ററിൻ്റെ 11 ബുദ്ധന്മാരാ ആ തടിക്കകത്ത് കിടന്ന് വീർപ്പുമുട്ടുന്നത്. എത്രയും പെട്ടെന്ന് എനിക്കവരെ റിലീസ് ചെയ്യണം. മോഹനൻ്റെ ആ അപ്രതീക്ഷിത പ്രകടനത്തിൽ സാറൊന്ന് അങ്കലാപ്പിലായിരുന്നു. അവൻ അടുത്തു വന്നതുപോലും സാർ അറിഞ്ഞില്ല. മോഹനൻ സാറിൻ്റെ കാൽ തൊട്ട് തൊഴാൻ വന്നപ്പോൾ സാർ തോക്കുമായി 2 അടി പിറകോട്ട് മാറി. സാർ നിന്നിടം തൊട്ടു തൊഴുതു നിവർന്നിട്ട് മോഹനൻ പറഞ്ഞു, ആട്ടുമല കയറ്റത്തിന് ഗുരുവിൻ്റെ അനുഗ്രഹം വേണം, ഒപ്പം ഭഗവാൻ ബുദ്ധൻ്റെ യാത്രയ്ക്കും. മോഹനൻ തുടർന്നു, എന്നാ പോട്ടെ സാറേ, എല്ലിൻ്റെ അകത്ത് കോച്ചി പിടിച്ച വേദനയാ. വെച്ച വെടിയിലെ ഗുണ്ട് പൊടിയാണേലും തണുപ്പീ കിടന്ന് കിടയ്ക്കുന്നു. വണ്ടി ഓടിക്കുമ്പോൾ മസിലിൻ്റെ അടിയിലേക്ക് മാറി മാറി വീഴുന്നു. 6 തയ്യലുണ്ട് പുറത്ത്. എന്തായാലും അതെടുക്കാൻ ഉദുമൽപേട്ട് വരെ പോണം. എനിക്ക് ചന്ദനം എത്തിച്ചു കൊടുക്കേണ്ടതും പേട്ടയിലാ. എന്നാൽ പിന്നെ രണ്ടിനും കൂടി ഒരു പോക്ക് മതിയല്ലോ. അതുവരെ സാറിൻ്റെ പാപം എൻ്റെ മസിലിനടിയിൽ കിടക്കട്ടെ. എന്നെ പിന്നൊരു ദൈവവും കുറ്റം പറയത്തില്ല. ഒരു ഭഗവാനും പറയുകയില്ല മോഹന. അത് ഭഗവാനല്ല, വിറക, ഭാസ്കരനുള്ള വിറക്, സാറു പറഞ്ഞു. ചിരിച്ചുകൊണ്ട് മോഹനൻ പറഞ്ഞു, എല്ലാം ഭഗവാൻ തീരുമാനിക്കട്ടെ. പിന്നെ മോഹനൻ ഉറക്കെ മരത്തിനോടായി പറഞ്ഞു, ഭഗവാനെ, അങ്ങ് പോകുന്ന മാർഗം കൂടി പറഞ്ഞു തന്നേക്കണം. മലപ്പുറം കുന്നമ്മലെ കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ ലൈസൻസിലായിരിക്കും യാത്ര. പണ്ട് വ്യവസായ വകുപ്പിൽ നിന്ന് ഹാജിയാർ സംഘടിപ്പിച്ച ഒരു കരകൗശല ലൈസൻസ് മാത്രം ഇപ്പോഴും കാലാവധി തീരാതെ ബാക്കി കിടപ്പുണ്ട്. ഹാജിയാർക്ക് കൊണ്ടുപോകാനുള്ള തടികളിൽ ചന്ദനമില്ല, പക്ഷേ രക്തചന്ദനം പെടും. അല്ലേ തന്നെ ഇതിൻ്റെ പേര് ചോര കണ്ട നിലയ്ക്ക് ഇതിപ്പോൾ രക്തചന്ദനം തന്നാണല്ലോ. വലിയ തമാശ പറയുന്ന മാതിരി മോഹനൻ ചിരിച്ചു. പിന്നിലും മുകളിലുമായി നിന്ന ജനമൊന്നും ചിരിച്ചില്ല. അവരുദ്ദേശിച്ച ഒരു സംഘർഷത്തിൻ്റെ തലം ഇതുവരെ എത്താത്തതുകൊണ്ടായിരിക്കും. പലരും ചൈതന്യം തന്നെ വരുന്ന വഴി ഇന്നവർ ആ സാറിനെ കൊല്ലുമേ എന്നു പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വന്നതിൻ്റെ പിന്നാലെ എത്തിയവരുമാണ്. എന്നാലോ അങ്ങനത്തെ ഒരു വികാരവും മോഹനൻ പ്രകടിപ്പിക്കുന്നില്ല. പകരം അവൻ ബുദ്ധന്മാർ പോകുന്ന വഴിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണ്. ചന്ദനത്തീ രക്തവർണം പൂശിയ രക്തചന്ദനമാകും. തൂത്തുക്കുടിയിൽ 11 ഭഗവാന്മാരാകാൻ അവിടുന്ന് കപ്പലു കയറും. ഷാങ്ങായിലെ ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റായ 11 ബുദ്ധന്മാർ ജനിക്കും. ചിലപ്പോൾ അവിടുന്ന് ഇരട്ടി വിലയ്ക്ക് ചിലർ ടോക്കിയോയിൽ എത്താനും സാധ്യതയുണ്ട്. എവിടാണേലും അങ്ങ് ലോകത്തിന് പ്രകാശമായി ജീവിക്കും. അങ്ങേക്ക് നമസ്കാരം. യാത്രാ മംഗളം. ചന്ദനത്തെ ഒന്നുകൂടി നമസ്കരിച്ച ശേഷം മോഹനൻ തിരിച്ചു നടന്നു. അവൻ്റെ പ്രകൃതത്തിലെ പിടികിട്ടായ്മയിൽ പെട്ട് ചൈതന്യവും ഭാസ്കരനും ഒരേപോലെ അന്തം വിട്ട് അവനെ നോക്കി 5-6 സെക്കൻഡ് നിന്നുപോയി. പിന്നെ ചൈതന്യം അവൻ്റെ പിന്നാലെ ഓടി.